यात्मन परम पावनी कला सा शिवानी विदधातु शारदा शारदेन्दु किरणोज्ज्वलाकृति। ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. സർവശ്രുതിശിരോരത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങൾക്ക് ഏവർക്കും വന്ദനം. വേദാന്ത സൂത്ര പഠനം തത്വ വിചാരത്തിലേക്ക് കടക്കാം. എന്തായാലും ഇന്ന് നമുക്ക് വേദാന്ത സൂത്ര ജപം നടത്തിയ മേഘമോള് അടുത്തൊരു കുഞ്ഞു തലമുറയിലേക്ക് വേദാന്ത സൂത്രത്തിൻ്റെ നാമത്തിൻ്റെ അലയൊലികളും ഒക്കെ എത്തുക എന്നുള്ളത് വലിയ എന്താ പറയുക, വല്ലാത്തൊരു ആനന്ദം തോന്നുന്നു. കുട്ടി അത് വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടി വേദത്തിൻ്റെ സത്തയെ ജപിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്, വലിയ പുണ്യമാണ് നമ്മുടെ. അപ്പം അടുത്ത തലമുറയിലേക്കുള്ള കൈത്തിരിവട്ടം ആ കൂടുതൽ പ്രകാശിച്ച് അത് എല്ലാവരിലേക്കും എത്തിക്കാൻ മേഘങ്ങളിലൂടെ സാധിക്കണം നമുക്ക്. അതുപോലെയുള്ള കുഞ്ഞു കുട്ടികളെ ഇനിയും അമ്മമാർ ഇതുപോലെ മാതൃകയാക്കിക്കൊണ്ട് കുഞ്ഞു കുട്ടികളെ കൂടി കൂട്ടുക,
നമ്മുടെ സത്സംഗത്തിലേക്ക് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത് 6ാമത്തെ സൂത്രം ഭൂയോ അസതഹ സദസദിതി എന്നുള്ളതാണ്. അത് നമ്മൾ അതിൻ്റെ ഒരു ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ അസത്ത് എന്താണെന്ന് പറഞ്ഞു. അത് നാമരൂപരഹിതമായ ആ കേവല സത്തയാണെന്ന് പറഞ്ഞു. ആ ഭൂയഹ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ സൃഷ്ടി പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുന്നു ആ കേവല സത്തയിൽ നിന്നും. ആ കേവല സത്തയിൽ നിന്നും ഈ പ്രപഞ്ചമായി വന്നപ്പോൾ അത് സത്ത് അസത്ത് എന്ന 2 ഭാവത്തിലാണ് ഈ പ്രപഞ്ചമായി വന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അറിയേണ്ടത്, ഗുരുവിൻ്റെ കൃതികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ധാരാളം ഈ സത്തിനും അസത്തിനും സമാനമായ പദങ്ങൾ ഗുരുകൃതികളിലുടനീളം നമുക്ക് കാണാം. വളരെ സൂക്ഷ്മമായി, വളരെ ശ്രദ്ധയോടെ, ഇത് നമ്മിൽ നിന്ന് അന്യമായ ഒന്നിനെ അല്ല നമ്മൾ ശ്രവിക്കുന്നത്, നമ്മെക്കുറിച്ച് തന്നെയാണ് കേൾക്കുന്നത് എന്ന ഒരു ചിന്തയോടുകൂടി വേണം ഇത് കേൾക്കാൻ. ഏതോ ഒരു ടെക്സ്റ്റിലെ കുറേ കാര്യങ്ങൾ ഗുരു സൂത്രമാക്കി വെച്ചിരിക്കുന്നു, അത് പഠിക്കുന്നു എന്നല്ല. ഇത് നമ്മളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്, ആത്മീയ ശാസ്ത്രം. അത് പഠിക്കുക, അറിയുക, അനുഭവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പം ഇത് പഠിപ്പിച്ചു കൊടുക്കുക എന്നതിലപ്പുറം അത് അനുഭവിച്ച് അതായി മാറുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. ഒന്നും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും വീണ്ടും ആ കേവല സത്തയിൽ നിന്നും സത്ത് അസത്ത് എന്നിങ്ങനെ മാറി മാറി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്നാണ് നമ്മളിന്ന് വിചാരം ചെയ്യേണ്ടത് കൂടുതൽ. അപ്പോൾ ഇവിടെ പരമാർത്ഥ സത്യാനുഭവ വേളയിൽ മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം പരമസത്യത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പരമാത്മ സത്യാനുഭവ ദശയിൽ ഭാവ അഭാവ രൂപമായ, അതായത് സത്ത് അസത്ത് എന്നീ രൂപത്തിലുള്ള പ്രകടമായിരിക്കുന്ന ഈ പ്രപഞ്ചം ഒരു പ്രതീതിയാണെന്ന അനുഭവം ഉണ്ടാവും. പരമാത്മ സത്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ ഞാനായിരിക്കുന്നതും നീയായിരിക്കുന്നതും എൻ്റെ ബുദ്ധിയായിരിക്കുന്നതും എൻ്റെ മനസ്സായിരിക്കുന്നതും ഇന്ദ്രിയങ്ങളായിരിക്കുന്നതും സകല ചരാചരങ്ങളായിരിക്കുന്നതും ഒരേ ഒരു സത്യമാണ് എന്ന ആ പരമാത്മ സത്യ അനുഭവ ദശയിലെ നമുക്കറിയാം ഈ സത്തും അസത്തുമൊക്കെ ഒരു പ്രതീതിയാണെന്ന അനുഭവം ഉണ്ടാകും എന്നാണ് ഗുരുവിൻ്റെ കൃതികളിലൂടെ, ഗുരു ഓരോ കൃതികളിലൂടെയും പല പല ഭാഷ ഉപയോഗിച്ചുകൊണ്ട്, പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. ഗുഹാഷ്ടകം 2ാമത്തെ ശ്ലോകം ഒന്ന് വെറുതെ ഗുഹാഷ്ടകം ശ്ലോകം 2 എടുക്കുക, എഴുതുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഗുഹാഷ്ടകം ഉണ്ടെങ്കിൽ ആ ശ്ലോകം, ആ പ്രാർത്ഥന ഒന്ന് എടുക്കുക. അവിടെ ഗുരു ഒരൊറ്റ വരിയേ പറയുന്നുള്ളൂ. അതിലെ ഭാവാഭാവ ജഗത്രയ രൂപമധാരൂപം ജിതസാരൂപം വളരെ താളാത്മകമായി ഒരു പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ വീണ്ടും വീണ്ടും നമുക്ക് അതിൽ നിന്ന് വിട്ടുപോരാൻ തോന്നാത്തൊരു കൃതിയാണ് ഗുഹാഷ്ടകം. അതിൽ പറയാണ് ഭാവാഭാവ ജഗത്രയ രൂപമധാരൂപം ജിതസാരൂപം. അതായത് ഭാവ അഭാവ രൂപത്തിലുള്ള, സത്ത് അസത്ത് എന്നീ രൂപത്തിലുള്ള ആ ജഗത്തിൻ്റെ ആ ജഗത്രയമായി രൂപം പ്രാപിച്ചിരിക്കുന്നത് ഒരേ ഒരു കേവല സത്ത തന്നെയാണെന്നാണ്. ഭാവ അഭാവ രൂപത്തിലുള്ള ജഗത്രയമായി രൂപം കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു കേവല സത്ത തന്നെയാണെന്ന്. അപ്പോൾ എന്ത് ജഗത്രയം? ജഗത്രയം എന്ന് പറഞ്ഞാൽ ഭൂത ഭാവി വർത്തമാനം എന്ന് നമുക്ക് പറയാം. ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന് പറയാം. നമുക്ക് ആകെ അനുഭവങ്ങൾ ഉള്ളത് ഈ 3 അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും. ആ 3 അവസ്ഥയിലൂടെയും പ്രതീതമാകുന്ന ഈ പ്രപഞ്ചം ഭാവ അഭാവ ജഗത്രയ രൂപമാണെന്ന് ഗുരു പറഞ്ഞു തരികയാണ്. അത് നമുക്ക് എന്നിട്ട് ഗുരു പറയാണ് അധ അരൂപം. ഭാവാഭാവ ജഗത്രയ രൂപം എന്ന് പറഞ്ഞിട്ട് ഗുരു പറയാ ഗുരുവിൻ്റെ കൃതികളിലൊക്കെ ഉടനീളം തമിഴ് പദങ്ങളും സംസ്കൃത പദങ്ങളും ഒക്കെ കൂടുതൽ ഗുരു ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അധ എന്ന് പറഞ്ഞ അനന്തരം, പിന്നെ അത് അരൂപമാണ്.
ഉണ്ട് ഇല്ല എന്ന രീതിയിൽ പ്രതീതമായിരിക്കുന്നതാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞിട്ട് പറയാണ് അധ അരൂപം. എന്നാലും അതിന് രൂപമില്ലാത്തതാണ്. രൂപരഹിത. അരൂപം എന്ന് പറഞ്ഞാൽ എന്നാൽ അതിന് രൂപമില്ല. നോക്കൂ, ഉഹനെ നമ്മളെയൊക്കെ പോലെയുള്ള അജ്ഞർക്ക് വേണ്ടിയിട്ട് നാമങ്ങളെയും രൂപങ്ങളെയും ആരാധിച്ചുകൊണ്ട് അതാണ് ഈശ്വരനെന്ന് കരുതി ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഈശ്വരനെ ആരാധിക്കുന്ന നമ്മളെപ്പോലെയുള്ളവരുടെ മനസ്സും ജീവിതവും അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കിഷ്ടപ്പെട്ട ഒരു മൂർത്തിയെ തന്നിട്ട് അതിലൂടെ ഗുരു പറഞ്ഞു തരുന്നത് ഏറ്റവും വലിയ വേദാന്തമാണ്. അത് നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. നമ്മളത് ചൊല്ലാനും അല്ലെങ്കിൽ എന്താ പറയുക, ചൊല്ലി പഠിക്കാനും കേൾപ്പിക്കാനും ആണെന്നുള്ളതാണ് നമ്മുടെ ചിന്ത. പക്ഷെ അതിനപ്പുറം നമ്മളത് അറിയാനുള്ളതാണ് എന്ന് നമുക്ക് എപ്പോൾ നമ്മുടെ ശ്രദ്ധയും ചിന്തയും അതിലേക്ക് വരുന്നു, അപ്പോഴേ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ ഗുരുകൃതികൾ പഠിക്കുന്നതിലൂടെ. അപ്പോൾ പറയാണ് അരൂപമാണ്, നാമരൂപരഹിതമാണ്. നമ്മൾ മാണ്ഡ്യൂക്യ ഉപനിഷത്തൊക്കെ ചർച്ച ചെയ്ത സമയത്ത് ബ്രഹ്മത്തിന്റെ സ്വരൂപമൊക്കെ പല വാക്കുകളെയും കൊണ്ട് ഋഷിമാർ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ പറയാണ് ജിതസാരൂപം. ജിതന്മാർക്ക് ആത്മസത്യത്തെ സാക്ഷാത്കരിച്ച ഋഷീശ്വരന്മാർക്ക് സാരൂപം എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം സ്വരൂപമായി സാക്ഷാത്കരിക്കാവുന്നവനാണ്. ആത്മസത്യത്തെ സാക്ഷാത്കരിച്ചവന് സ്വസ്വരൂപമായി ഇതിനെ സാക്ഷാത്കരിക്കുക. രൂപമില്ലാത്തവനാണ്, എന്നാലും സത്യനിഷ്ഠന് ഇത് തൻ്റെ സ്വരൂപമായി സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഗുരു പറഞ്ഞിരിക്കുകയാണ് ജിത സാരൂപം. ജിതന് അവന്റെ രൂപം തന്നെയായിട്ട് ഇതിനെ അനുഭവിക്കാൻ സാധിക്കും ഗുരു പറയാണ്. അപ്പോൾ ജിതന്മാർക്ക്, ആത്മസത്യത്തെ സാക്ഷാത്കരിച്ചവർക്ക് സ്വരൂപമായും അരൂപമായും ഒരുപോലെ, സ്വരൂപം എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വരൂപം തന്നെയാണ് ഇതെന്നും എന്നാൽ രൂപരഹിതമാണെന്നും ഒരുപോലെ അനുഭവിക്കാവുന്ന ഗുഹനെയാണ് ഗുരു ആവേശത്തോടെ പ്രണമിക്കൂ എന്ന് നമ്മളെ പ്രാർത്ഥിക്കുന്നത്. അവിടെ ഒരു നാമത്തെ രൂപത്തെ അല്ല ഗുരു പറയുന്നത്, നാമരൂപരഹിതമായ ആ ചൈതന്യത്തെ തന്നിൽ തന്നെ സാക്ഷാത്കരിക്കൂ എന്നാണ് ഗുരു പറയുന്നത്. വലിയ വലിയ ദാർശനിക തലമാണത്. അവിടെ തന്നെ ഗുരു പറയുന്നുണ്ട് ഭക്തജനാദിത്യം. ഒരു വാക്ക് തന്നെ നമുക്ക് എത്രയോ വിശദീകരണങ്ങൾ ആവശ്യമാണ്. ഗുരു വെറുതെ ഓരോ പദം എടുത്തു വെക്കുന്നതല്ലല്ലോ അവിടെ. ഭക്തജനാദിത്യം, മോക്ഷമാർഗത്തിൽ ആദിത്യനെ പോലെ പ്രകാശമരുളുന്നവനാണ് എന്നുണ്ട്. അവിടെ ഗുരു ആദിത്യൻ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നു. മോക്ഷമാർഗത്തിൽ ചരിക്കുന്നവൻ അല്ലെങ്കിൽ ഒരു സത്യനിഷ്ഠന് ആദിത്യനെ പോലെ പ്രകാശമരുളുന്നവൻ. ഇപ്പൊ നമ്മളിവിടെ തസ്യ ലക്ഷണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജ്യോതിഹി എന്ന് പറഞ്ഞു. ബ്രഹ്മത്തിന്റെ ലക്ഷണം പ്രകാശ സ്വരൂപമാണ് എന്ന് പറഞ്ഞു. ആ പ്രകാശ സ്വരൂപിനെ ഗുരു ഒരു സ്തോത്രകൃതിയിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നത് ആ പ്രകാശാത്മകതയെ തന്നെയാണ്. അതാണ് പറയുന്നത്. അത് എന്താ പറയാ, സൂര്യനെ പോലെ പ്രകാശമരുളുന്നവനാണ്. ആർക്കാ? ഭക്തന്മാർക്ക്. ഭക്തജനാദിത്യം. ഇനി നമുക്ക് നന്നായി നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ആരാണ് ഭക്തൻ. ഭക്തൻ ആരാണെന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല. നമ്മളൊക്കെ വല്ല ഗുരുഭക്തന്മാരും ഈശ്വര ഭക്തന്മാരും ദേവീദേവ ഭക്തന്മാരും എന്നൊക്കെയാണ് നമ്മൾ വെറുതെ അഭിമാനിക്കുന്നത്. നമ്മൾ ഭക്തരാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റിംഗ് ടൂള് ഗുരു തന്നിട്ടുണ്ട് ഭക്തി ദർശനത്തിൽ. ദർശനമാലയിലെ ഭക്തി ദർശനം പഠിച്ചിട്ട് വേണം നമ്മൾ ഈശ്വര ആരാധനയിലേക്ക് പോകാൻ, അല്ലേ? ജ്ഞാനം കഴിഞ്ഞാണ് ഗുരു ഭക്തി തരണത്. അറിഞ്ഞിട്ട് ആരാധന ചെയ്യണം. അപ്പോൾ അവിടെ ഭക്തി എന്താണ് എന്ന് ഗുരു പറയുന്നുണ്ട്. അതിലെ ആദ്യം ആത്മാവിനെ, അതായത് ഉള്ളിലുള്ള ആത്മാനുസന്ധാനമാണ് ഭക്തി എന്ന് പറഞ്ഞു തന്നിട്ടും നമുക്ക് മനസ്സിലാണില്ല. പുറത്തുള്ളതിനെ അനുസന്ധാനം ചെയ്യണതാണ് ഭക്തി എന്ന് നമ്മൾ പിന്നെയും പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് താത്വികമായ തലത്തിലേക്ക്, ദാർശനികമായ തലത്തിലേക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ വല്ലാതെ പിടയ്ക്കുവാണ് അപ്പോൾ. കാരണം നമുക്ക് ഭൗതികത്തിൽ നിന്നുള്ള വസ്തുക്കൾ നമ്മൾ സത്യമെന്ന് കരുതി നമ്മളത് നേടാൻ ആഗ്രഹിച്ച് കൊതിച്ച് പ്രാർത്ഥിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ ഭക്തിയിൽ എത്തിയിട്ടില്ല. അപ്പൊ ഗുരു ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഗുരു പറയണത് ആത്മാനുസന്ധാനമാണ് ഭക്തി. അതായത് ഉള്ളിലുള്ള ഈശ്വരാംശത്തെ തിരയുന്നതാണ് ഭക്തി. ഇപ്പൊ പുറത്താണോ തിരയണ്ടേ?
പുറത്ത് തിരയുന്ന അടങ്ങുന്നത് നശ്വരമായ വസ്തുക്കളെയാണ് നമ്മൾ. അത് ശാശ്വത സുഖം തരില്ല. അപ്പോൾ ഉള്ളിലുള്ള ഈശ്വരാംശത്തെ തിരയുന്നതാണ് ഭക്തി എന്ന് ഗുരു പറഞ്ഞു തന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ആത്മാവിനെ ഭജിക്കുന്നത്, ആത്മാവിനെ ഭജിക്കുക എന്ന അർത്ഥത്തിലാണ് ഭക്തി എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ആത്മാവിനെയാണോ ഭജിക്കണേ? ആലോചിച്ച് നോക്കൂ, നമ്മൾ ആത്മാവിനെയാണോ ഭജിക്കുന്നത്? അല്ല. അടുത്തത് പറയാണ്, ആനന്ദലബ്ധിക്കായി ബുദ്ധിയുടെ ഏകാഗ്രപ്പെടലാണ് ഭക്തി. ആദ്യത്തെ 3 ശ്ലോകങ്ങളിലായി ഗുരുവിനെ ഭക്തി ദർശനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആനന്ദലബ്ധിക്കായി ബുദ്ധിയുടെ ഏകാഗ്രപ്പെടലാണ് ഭക്തി. ഈ ആനന്ദം എവിടെ ഇരിക്കുന്നു എന്ന് തേടി നടക്കുന്നവരല്ലേ നമ്മൾ. നമുക്ക് സുഖം വേണം, ആനന്ദം വേണം. പക്ഷെ അത് നമ്മൾ തിരയണത് അത് ഇരിക്കുന്നിടത്തല്ല. ഒരു വസ്തു ഇരിക്കുന്നിടത്ത് തിരഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ആ വസ്തുവിനെ കിട്ടുള്ളൂ. പുറത്തുള്ള വസ്തുക്കളിൽ നമ്മൾ തിരയുമ്പോൾ അത് ശരിയായ സുഖവുമല്ല, അത് നശ്വരവുമാണ്. സുഖമെന്ന് കരുതി പിടിക്കുന്നത് പിന്നെ ദുഃഖമാവുകയും ചെയ്യും. അപ്പോൾ ആനന്ദലബ്ധിക്കായി ബുദ്ധി ഏകാഗ്രപ്പെടണം എന്നാ പറയാ. ബുദ്ധി ഏകാഗ്രപ്പെടുക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വാസനാതലങ്ങളും കടന്ന് ജന്മാന്തരങ്ങളായി കൊണ്ടുവന്നിരിക്കുന്ന കർമ്മവാസനകളെ ആഗാമിയും സഞ്ചിതവും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഈ പ്രാരബ്ധത്തിൽ ഇരിക്കുന്ന നാം, ഈ കർമ്മക്കെട്ടുകളാണ് നമ്മുടെ ജന്മത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ആ കർമ്മവാസനയ്ക്ക് അപ്പുറം ഒരു ആനന്ദ തലം ഉണ്ടെന്നും ആ ആത്മസ്വരൂപം നമ്മളിൽ ജ്വലിക്കുന്നുണ്ട് എന്ന് അറിയണമെങ്കിൽ ബുദ്ധി ഈ പുറത്തേക്ക് ഓടി നടക്കുന്ന നാം അകത്തേക്ക് തിരിഞ്ഞ് ബുദ്ധിയുടെ ഏകാഗ്രപ്പെടലിൽ അനുഭവിക്കുന്നതാണ് ഈ സുഖം. അല്ലാതെ പുറത്ത് ഒരു സുഖവും നമുക്ക് ആരും തരില്ല. അപ്പം നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോകുമ്പോൾ നമുക്ക് വല്ലാതെ നമ്മൾ കൈകാലിട്ടടിച്ച് തളർന്നു പോകുന്നു ജീവിതത്തിൽ? അപ്പോഴും നമ്മൾ ചോദിക്കണേ, എനിക്കിനി ആരുണ്ടെന്നാ ചോദിക്കണേ. ഇതോർത്താ നമ്മൾ കരയണേ. പോയവൻ്റെ ഗതി എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. ഞാനിനി അങ്ങനെ ജീവിക്കുമെന്നാണ്. അപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന ആരെയാ? നമ്മളെ മാത്രമാണ് സ്നേഹിക്കുന്നത്. നമുക്ക് സുഖം നൽകിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും സ്നേഹിച്ചത്. നമുക്ക് സുഖം നൽകിയിരുന്നുകൊണ്ടാണ്. അപ്പോൾ ആ സുഖം വിട്ടുപോയപ്പോൾ നമ്മളെ സ്വാർത്ഥരായത് കൊണ്ടാണ് നമ്മൾ കരയുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ആനന്ദമാണ് ഒരുവൻ തിരയുന്നതെങ്കിൽ, അത് മറ്റൊരു വ്യക്തിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തി തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്ന എന്തിനാ? ആ വ്യക്തി ആനന്ദ സ്വരൂപമാണെങ്കിൽ പിന്നെ തിരിച്ച് ആനന്ദത്തിന് വേണ്ടി നിങ്ങളെ എന്തിനാണ് സ്നേഹിക്കുന്നത്? അല്ലേ? അപ്പോൾ ഓരോരുത്തരും തേടുന്നത് ബാഹ്യ വിഷയങ്ങളെ ആശ്രയിച്ചുണ്ടാകുന്ന ആത്മാനന്ദത്തെ ബാഹ്യ വിഷയത്തിൽ അത് ഇരിക്കുന്നതെന്ന് കരുതിയിട്ട് സ്നേഹിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരവരിൽ ഉള്ളിലിരിക്കുന്ന ആനന്ദത്തെ തന്നെയാണ്. ആനന്ദം പുറത്തല്ല, അകത്തായിരിക്കുന്നത്. അത് മറ്റൊരു വസ്തുവിനെ ആശ്രയിച്ചുമല്ല ഇരിക്കുന്നത്. ഓരോ ജീവികളും ഈ ലോകത്തിലെ പ്രാരബ്ധങ്ങൾക്കനുസരിച്ച് നിന്ന് മറയുന്നവരാ. ഈ സത്യം നമ്മൾ എന്ന് മനസ്സിലാക്കുന്നുവോ അന്ന് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള ധൈര്യം കിട്ടും. അല്ല, ഗുരു എപ്പോഴും പറയും, മരണത്തിൽ എന്തൊരു കരച്ചിലാണ്, എന്തൊരു നിലവിളിയാണ് ഗുരു ഉപയോഗിക്കുന്നത്. എല്ലാവരും മരിക്കില്ലേ, നമ്മൾ മരിക്കില്ലേ, അല്ലേ? അപ്പോൾ ആരെല്ലാം ഈ ലോകത്തില്ലാതെ നമ്മളോട് കൂട്ടിച്ചേർന്നവർ ആരൊക്കെ ഇല്ലാതെ പോകുമ്പോഴും അതിനപ്പുറം എന്നും കൂട്ടായി പിരിയാത്തൊരു വിളക്കായി ജീവിത പ്രതിസന്ധികളിൽ പ്രകാശമായി നമ്മളിൽ നിന്ന് ജ്വലിക്കുന്ന ആത്മവിളക്കിനെ എത്ര ശ്ലോകങ്ങളിലൂടെ ഗുരു പറഞ്ഞു തന്നു. എന്നിട്ട് എന്താ നമുക്ക് മനസ്സിലാകാത്തത്? അല്ല, നമ്മൾ തനിച്ചല്ല ഇവിടെ. ഏതൊരു ശക്തിയാണോ നമ്മളെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, ശക്തിയിലാണോ നമ്മളിവിടെ ഇരിക്കുന്നത്, ആ ശക്തി തന്നെയാണ് നമ്മളെ ഏത് പ്രതിസന്ധിയിലും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുവോ അന്ന് നമുക്ക് ദുഃഖമില്ലാതെ ഭയമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഭയമില്ലാതെ ആക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഗുരുദേവ കൃതികൾ പഠിക്കുന്നതും അവനവനിലെ ദുഃഖത്തെ ഇല്ലാതാക്കുക, അതുപോലെ തന്നെ സഹജീവികളോടുള്ള കരുണയും അനുകമ്പയും വളർത്തിയെടുക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മളിലുള്ള സദ്ഗുണങ്ങളെ കൂടി വളർത്തിയെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇവിടെ ആനന്ദത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ദുഃഖിതരും പരാതി പറയുന്നവരുമായിട്ട് മാറും.
പരാതി പറയാതെ ജീവിക്കാനായിട്ട് നമുക്ക് ശീലിക്കാം. ഇതാണ് അറിയേണ്ടത്. അപ്പോൾ ഇനി ഭക്തി എന്താന്ന് പറഞ്ഞിട്ട് ഗുരു ഭക്തനാരെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭക്തി നമ്മൾ പറഞ്ഞു സ്വന്തം സ്വരൂപത്തെ തിരയുന്നതാണ്, തൻ്റെ ഉള്ളിലുള്ള ഈശ്വരാംശത്തെ തിരയുന്നതാണ്. പിന്നെ പറഞ്ഞു ആത്മാവിനെ ഭജിക്കുക എന്ന അർത്ഥത്തിലാണ് ഭക്തി എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ആനന്ദം ലഭിക്കുന്നതിന് വേണ്ടി ബുദ്ധിയെ ഏകാഗ്രപ്പെടുത്തി തിരയുന്നതാണ് ഭക്തി എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ തലയെ ഇതല്ല, ഗുരു പറഞ്ഞു തന്ന ഭക്തിയല്ല നമ്മളുടെ ഭക്തി. അതിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കണം. എന്നിട്ട് ഗുരു പറയാണ് ആരാണ് ഭക്തൻ. 2 നേരം അമ്പലത്തിൽ പോവുകയും കുറി വരയ്ക്കുകയും അല്ലെങ്കിൽ നാമങ്ങൾ ചൊല്ലുകയും അതുപോലെ ഭക്തന്റെ വേഷവിധാനങ്ങളൊക്കെ ധരിക്കുന്നവനാണോ ഭക്തൻ? അവനൊന്നും ഭക്തനല്ല. ഗുരു പറയുന്നതാണ് ആനന്ദ ആത്മാ ബ്രഹ്മേതി നാമേതസ്യൈവ ധന്യതേ ഇതി നിശ്ചിതധീർയസ്യ സ ഭക്ത ഇത് വിസ്തൃത. ആനന്ദമെന്നും ആത്മാവെന്നും ബ്രഹ്മമെന്നും, ആനന്ദ ആത്മാ ബ്രഹ്മേതി, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഭക്തിയുടെ ബേസാണ് ഇത്. ആനന്ദമെന്നും ആത്മാവെന്നും ബ്രഹ്മമെന്നും നാമ, ഈ പേരുകൾ ഏതസ്യ ഏവ ധന്യതേ, ഈ പരബ്രഹ്മ സ്വരൂപത്തെ, അത് തന്നിൽ പ്രകാശിക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപത്തിന്റെ നാമാന്തരങ്ങളാണ്, മറ്റു പേരുകളാണ്. ഇതിന് തന്നെ വന്നു ചേരുന്ന പേരുകളാണ്. ഏതൊക്കെയാ? ആനന്ദം എന്ന് പറഞ്ഞാലും ആത്മാവെന്ന് പറഞ്ഞാലും ബ്രഹ്മം എന്ന് പറഞ്ഞാലും ഈ ഒരു സ്വരൂപത്തിന്റെ പേരുകളാണ്. ഇതി എന്നിങ്ങനെ യസ്യ നിശ്ചിതധീർ യസ്യ നിശ്ചിതധീഹി യസ്യ ദിഹി ബുദ്ധി എന്ന് ഉറപ്പുള്ള ബുദ്ധി ആർക്കുണ്ടോ, ഗുരു എത്ര ശക്തമായ ഭാഷയിൽ നമ്മളോട് പറഞ്ഞു തരണത്. ഇതി നിശ്ചിതധീർ യസ്യ, ആർക്കാണോ ഈ ഉറപ്പുള്ളത്, സഭക്ത ഇതി വിശ്രുത, അവൻ ഭക്തനെന്ന് പ്രസിദ്ധനാണ്, അറിയപ്പെടുന്നു. വിശ്രുത. അപ്പൊ ഭക്തന്റെ ലക്ഷണം എന്താ? ഞാൻ ആനന്ദമാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ബ്രഹ്മമാണെന്നുള്ള ഈ പേരുകളെല്ലാം ബ്രഹ്മത്തിൻ്റെതായ പര്യായ വാക്കുകളാണ് എന്ന് ആർക്കാണോ നിശ്ചയമായ ഉറപ്പുള്ളത് അവനാണ് ഭക്തൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒന്ന് എടുത്തു നോക്കിയാൽ ഞാൻ കല്യാണിയാണ്, എനിക്ക് ഭർത്താവുണ്ട്, ഇപ്പം എൻ്റെ ഭർത്താവില്ല, ഞാൻ ദുഃഖിതയാണ്, എനിക്ക് ധാരാളം രോഗങ്ങളുണ്ട്, എനിക്ക് മക്കളുണ്ട്, അവരെന്നെ നോക്കുന്നില്ല, എൻ്റെ വീട് കടത്തിലാണ്, അല്ലേ? ഇങ്ങനെയൊക്കെ ഭൗതികമായ ദുഃഖങ്ങൾ എടുത്ത് ആനന്ദത്തിൻ്റെ പുറത്ത് വെച്ച് നമ്മൾ അതിനെ കൂടുതൽ 1000 തരം ഇരുണ്ട് ആശയം പ്രതി ചുരുണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് മറിഞ്ഞു പോകും, കനൽ മൂടി മറിഞ്ഞു പോകും. നമ്മളിതൊന്നും അല്ലെന്നേ, ജന്മാന്തരങ്ങളായി ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ഫലമായി നമ്മളിൽ വന്നു ചേരുന്ന കർമ്മങ്ങൾ ഒരിക്കലും ആത്മാവിലേക്ക് ആരോപിക്കരുത്. എന്നിട്ട് ചോദിക്കരുത്, എന്തിനാ ഭഗവാനെ എനിക്ക് ഇങ്ങനെ തന്നെ, എന്തിനാ ഭഗവാനെ എനിക്ക് ഇങ്ങനെ വിധിച്ചത്. ഭഗവാൻ ഒരിക്കലും ആർക്കും തിന്മ വിധിക്കില്ല, ആരുടെയും ദുഃഖം കാണാൻ ആഗ്രഹിക്കില്ല. സത്യമറിയാതെ ജീവിച്ചതിൻ്റെ ഫലമായി നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മഫല സഞ്ചയമാണ് നമ്മുടെ ജീവിതം എന്ന് മറന്നു പോവാതിരിക്കുക. അതുകൊണ്ട് ഗുരു ഓർമ്മിപ്പിക്കുക, ആനന്ദോഹമഹം ബ്രഹ്മാത്മാഹമസ്മീതി രൂപതഃ. ഒക്കെ ദർശനമാല ഭക്തി ദർശനമാണ്. ഭാവനാ സതതം യസ്യ സ ഭക്ത ഇതി വിശ്രുത. കണ്ട, ഇത് സത്യമായി നിങ്ങളത് പഠിക്കണം കേട്ടോ, ഭക്തന്റെ നിർവചനം. ഇപ്പൊ ഗുരു പറയുന്ന ഭക്തിയിലൂടെ ഉള്ള ഭക്തി വെച്ചാൽ നമ്മുടെ ജീവിതത്തിന് എന്ത് മാറ്റം വരും എന്ന് പറയും. നമ്മൾ പ്രകാശിക്കും, നമുക്ക് എല്ലാവരെയും നോക്കി ചിരിക്കാൻ സാധിക്കും, എല്ലാവരെയും ഒരു കുഞ്ഞു വാക്കിനെ പോലും നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കും. അപ്പൊ പറയേ ഞാൻ ആനന്ദമാണ്. നമ്മളെ ഓരോരുത്തരും എങ്ങനെ ചിന്തിക്കണം എന്ന് വെറുതെ ചിന്തിച്ചാൽ മതി. ഞാൻ ആനന്ദമാണെന്നാണോ നമ്മൾ ചിന്തിക്കണേ? എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്, അത് മറക്കാൻ ഞാൻ ഗുരുദേവകൃതി പഠിക്കുന്നു എന്നായിരിക്കും നമ്മൾ പറയുന്നത്, അല്ലേ? പക്ഷെ നമ്മൾ ആനന്ദം തന്നെയാണെന്നേ. ഞാൻ ആനന്ദമാണ്, ഞാൻ ആത്മാവാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും വെറുതെ പറഞ്ഞുറപ്പിച്ചു, പറഞ്ഞ് ശരിയാ മനസ്സിനെ പഠിപ്പിക്കുക. അപ്പം മനസ്സൊന്ന് മാറിത്തരും. ഞാൻ ആനന്ദമാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ബ്രഹ്മമാണ് എന്ന് ഇതി രൂപതഃ ഭാവനാ സതതം യസ്യ. കണ്ട, സതതം എല്ലായ്പ്പോഴും യസ്യ ഭാവന, ആരാണോ ഇങ്ങനെ ചിന്തിച്ച് ഉറപ്പിക്കുന്നത്, സഭക്ത. നമ്മൾ ഗുരു പറയണമെല്ലാം കേൾക്കുന്നുണ്ടോ?
നമ്മളെല്ലാവരും ഗുരുവിൻ്റെ ഭക്തരാന്ന് അഭിനയിക്കുന്നവരാണ്. പക്ഷെ നമ്മളിത് ഗുരു പറഞ്ഞവെല്ലാം കേട്ടിട്ടുണ്ടോ? ഞാൻ ആനന്ദമാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ബ്രഹ്മമാണെന്ന് എപ്പോഴും സദാ ഭാവന ചെയ്തിരിക്കുന്നവനാണ് ഭക്തൻ എന്ന് ഗുരു നമ്മെ പഠിപ്പിച്ചു. അങ്ങനെയുള്ള ഭക്തജനങ്ങൾക്ക് ആദിത്യനെ പോലെ പ്രകാശമരുളുന്നവനാണ് ഗുഹൻ എന്ന് പരിചയപ്പെടുത്തി തരികയാണ്. ഏത് നാമരൂപ സങ്കല്പത്തെ എടുത്തുകൊണ്ട് ഗുരു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോഴും അതൊക്കെ പരമാത്മ സ്വരൂപമായി തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് ഗുരു വെക്കുന്നത്. രണ്ടാമതൊന്നിനെ ഗുരു നമ്മളെ പറഞ്ഞു തരുന്നില്ല, ഒന്നിനെ തന്നെയാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ ഇഷ്ടരൂപത്തിൽ ഗുരു പറഞ്ഞു തരിക അത്. അപ്പോൾ ഭക്തി ദർശനം ഒന്ന് റെഫർ ചെയ്യണം. ഇവിടെ ഗുഹനെ പറഞ്ഞത് ഉണ്മയും ഇല്ലായ്മയും കൊണ്ട് നിറഞ്ഞ ഈ ജഗത്തിന്റെ രൂപം കൈക്കൊണ്ടിരിക്കുന്നവനാണ് ഗുഹൻ. കണ്ടോ, അവിടെയൊക്കെ ഈ സൂത്രത്തിന്റെ ആ ഒരു രൂപങ്ങളാണ് ഒരു സ്തോത്രഗതിയിലൂടെ പോലും ഗുരു തന്നിട്ട് അതിനെയൊക്കെ ഉള്ളടക്കിക്കൊണ്ട് ഈ സൂത്രം നമുക്ക് തന്നേക്കണത്. ഉണ്മയും ഇല്ലായ്മയും കൊണ്ട് നിറഞ്ഞ സത്തും അസത്തുമായ ഈ ജഗത്തിന്റെ രൂപം കൈക്കൊണ്ടിരിക്കുന്നവനാണ് ഗുഹൻ എന്ന് പറയുക. എന്നിട്ട് പറയാണ് അവിടെ ഈ ജഗത്ത് നമ്മൾ പറഞ്ഞു സത്തെന്നും അസത്തെന്നും പ്രതീതമാകുന്നു എന്ന് പറഞ്ഞു. അവിടെ ഭാവരൂപത്തിലും അഭാവരൂപത്തിലും എന്ന് പറഞ്ഞു. അതായത് നമ്മളുടെ വ്യവഹാര വേളയിൽ ഇത് അനുഭവമായി കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ ഭാവരൂപം എന്ന് പറയുക. നമ്മൾ ഈ ലോകത്ത് വ്യവഹരിക്കുമ്പോൾ നമുക്ക് അനുഭവമായി വരുന്നത് കൊണ്ടാണ് ഇതിനെ സത്തെന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, എന്തുകൊണ്ടാണ് ഇത് സത്തെന്ന് പറയുന്നത്? നമ്മൾ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ എല്ലാം ഉണ്ട് ഉണ്ട് എന്ന് എവിടെ നമുക്ക് പ്രതീതി വരുന്നോ അതിനെ നമുക്ക് ഭാവരൂപം എന്ന് പറയാം. ഇനി ഈ ഭാവരൂപം തന്നെ പാരമാർത്ഥിക തലത്തിൽ ഇല്ലാത്തത് കൊണ്ട് അതിനെ നമുക്ക് അസത്തെന്ന് പറയാം. അപ്പോൾ വ്യവഹാര ദശയിൽ ഈ ശൈല എന്ന് പറയുന്ന ആളാരാണ്? ഒന്ന് ഓഡിയോ മ്യൂട്ട് ചെയ്യണേ. അപ്പോൾ വ്യവഹാര ദശയിൽ അനുഭവമായി കാണപ്പെടുന്നത് കൊണ്ട് ഭാവരൂപമാണ്. പാരമാർത്ഥിക തലത്തിൽ അത് ഇല്ലാത്തതാണ്. കാരണം ബ്രഹ്മശക്തിയെ ആശ്രയിച്ചു മാത്രം നിൽക്കുന്നതാണ് ഈ പ്രപഞ്ചം. അപ്പോൾ നമ്മളിവിടെ വ്യവഹരിക്കുമ്പോൾ അതിൽ പെടുന്ന എല്ലാ ഉണ്മയും സത്താണ്. ആ ഉണ്മയ്ക്ക് പാരമാർത്ഥിക ദശയിൽ അത് ഇല്ലാത്തത് കൊണ്ട് അത് അസത്താണ്. ഒന്ന് തന്നെയാണ് സത്തും അസത്തുമായി മാറുന്നത് എന്നർത്ഥം. അതായത് ഭൂയോ അസതഹ സത് അസത് ഇതി. ഭൂയഹ വീണ്ടും, അസതഹ ആ കേവല സത്തയിൽ നിന്നും, സത്ത് അസത്ത് ഇതി സത്തെന്നും അസത്തെന്നും രൂപത്തിൽ പ്രകടമായി കാണുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നു. അപ്പോൾ സൂത്രത്തിലെ ആധാരമാക്കി നമ്മൾ പറയുമ്പോൾ കേവലമായ അറിവ് ഈ എന്താ പറയുക ഭാവം പകർന്ന് നാമരൂപങ്ങളായി ഭാവം പകർന്നതാണ് ഈ ലോകം. കേവലം സത്യം നാമരൂപങ്ങളായി ഭാവം പകർന്നിരിക്കുന്നതാണ് ഈ ലോകം. അതിനെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നത് കൊണ്ട് അത് സത്താണ്. അതുപോലെ തന്നെ അറിവിൽ നിന്ന് വേറിട്ട് നിലനിൽപ്പില്ലാത്തത് കൊണ്ട് അത് അസത്താണ്. നേരിട്ട് അനുഭവിക്കുന്നത് കൊണ്ട് സത്താണ്. ആ പരമാർത്ഥിക സത്തയിൽ നിന്നും വേറിട്ട് നിലനിൽപ്പില്ലാത്തത് കൊണ്ട് അത് അസത്താണ്. ഓരോ സെന്റൻസുകളും നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മളിവിടെ അനുഭവിക്കുന്നത് കൊണ്ടാണ് അതിനെ സത്തെന്ന് പറയുക. പക്ഷെ ഇതിന്റെ കാരണം തിരയുമ്പോൾ അത് ഇല്ലാത്തത് കൊണ്ട് അത് അസത്താണ്. ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അറിവിൽ നിന്ന് വേറിട്ട് ഉണ്മയില്ലാത്തത് കൊണ്ട് അസത്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ പ്രതീതി ഉണ്ടെന്നുള്ള പ്രതീതിയും അസത്ത് പ്രതീതി ഇല്ല എന്ന പ്രതീതിയും ഉണ്ടായിരിക്കുന്നത് ഒരേ ഒരു അറിവിലാണ്. ഒരേ ഒരു അറിവിലാണ് സത്തെന്ന പ്രതീതിയും അസത്തെന്ന പ്രതീതിയും ഉണ്ടാകുന്നത്. കാരണം ഈ ലോകത്ത് വരുന്ന എല്ലാ അറിവുകളും ത്രിപുടികളായിട്ടാണ് വരുന്നത്. ഏതൊക്കെയാണ് ത്രിപുടി എന്ന് ചോദിച്ചാൽ ജ്ഞാതാവും ജ്ഞാനവും ജ്ഞേയവും, അറിയുന്നവനും അറിവും അറിയപ്പെടുന്ന വസ്തുവും. അപ്പൊ ഇനി അടുത്ത സൂത്രങ്ങളിലൂടെ ഗുരു നമുക്ക് ഇതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ജ്ഞാതാവിനെയും ജ്ഞാനത്തെയും ജ്ഞേയത്തെയും ഒക്കെ ഗുരു നല്ല വിശദമായി അടുത്ത സൂത്രങ്ങളിലൂടെ പ്രതിപാദിച്ച് തരുന്നുണ്ട്. എന്നാൽ ഈ ത്രിപുടി ഒന്ന് ഓർത്തിരിക്കുക. 3 പുടങ്ങളുണ്ട്. 3 പുടങ്ങളിൽ ഇരിക്കുന്നത് ഒരേ അറിവാണ്. അറിയുന്ന എന്നിലും അറിയപ്പെടുന്ന വസ്തുവിലും പിന്നെ അറിവായിട്ടിരിക്കുന്നത്. അത് 3 പുടങ്ങളിലും ഇരിക്കുന്നത് ഒരേ ബോധത്തിന്റെ തന്നെ 3
ഇതളുകളാണ് ഈ ത്രികുടി. അപ്പോൾ ഇവിടെ ഈ മൂന്നും ആത്മാവിൽ നിന്ന് വേറില്ലാത്തത് കൊണ്ട് അത് സത്താണ്. ഈ രീതിയിലൊക്കെ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. ഈ മൂന്ന് കുടങ്ങളും ആത്മചൈതന്യത്തിൽ നിന്ന് വേറിട്ടല്ലാത്തത് കൊണ്ട് അത് സത്താണ്. പിന്നെ എന്താ, ഇവയ്ക്ക് സ്വന്തമായ ഉണ്മയില്ലാത്തത് കൊണ്ട് അത് സത്താണ്. ഒരു കാര്യം തന്നെ പറയണത്, വ്യത്യസ്തമായ വാക്കുകളിലൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിതിനെ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പറയേണ്ടത് ഒന്നേ ഇവിടെ സത്യമുള്ളൂ. സച്ചിദാനന്ദ സ്വരൂപമായ പരമാത്മാവ് മാത്രമാണ് സത്യമായിട്ടുള്ളത്. അതിൻ്റെ ഭാവസ്ഫുരണങ്ങളാണ് വെളിയിൽ കാണപ്പെടുന്ന ഈ ലോകവും അതിലെ നാമരൂപ കൽപ്പനകളും എല്ലാം. ഓർത്തിരിക്കുക. അതുപോലെ ബൃഹദാരണ്യകം വെറുതെ ഒന്ന് കുറിച്ചിടുക. ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ആ സത്യം, അതായത് ആ കേവല സത്ത, ഇപ്പൊ ഇവിടെ പറഞ്ഞ ആ സത്ത് എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്ന ആ കേവല സത്ത നാമം കൊണ്ടും രൂപം കൊണ്ടും ഈ ലോകത്തിന്റെ രൂപത്തിൽ വ്യാകൃതമായി എന്ന്. അപ്പൊ ഉപനിഷദ് ഋഷിയായ ഗുരുവിന്റെ ദർശനവും അത് തന്നെയാണ്. ഈ ഉപനിഷത്ത് വായിച്ചിട്ട് ഗുരു വേദാസൂത്രം രചിച്ചതെന്നല്ല നമ്മൾ എടുക്കേണ്ടത്. ഋഷിമാരുടെ ദർശനത്തിന് സമാനതയുണ്ട്, പല വാക്കുകളിലൂടെ പറയുന്നേ ഉള്ളൂ. അപ്പൊ ബൃഹദാരണ്യക വീണ്ടും പറയുന്നു, ആ സത്യം, ആ കേവല സത്ത, നാമരൂപരഹിതമായ അവ്യാകൃതമായ സത്ത, പിന്നെ നാമം കൊണ്ടും രൂപം കൊണ്ടും ഈ ലോകത്തിന്റെ രൂപത്തിൽ വ്യാകൃതമായി. പേരായിരം പ്രതിഭയായിരം ഇങ്ങിവറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം. അല്ലെ, അതിലേക്ക് പോകുന്നില്ല, പിന്നീട് സന്ദർഭത്തിൽ വിശദീകരിക്കാം. നമുക്ക് ഈ സൂത്രം ഇന്ന് ഇത് നമുക്ക് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ ബൃഹദാരണ്യക ഉപനിഷത്തിലെ ഒരു കോട്ടിങ്സ് ശ്രദ്ധിക്കുക, കൊട്ടേഷൻ, അത് നല്ല ശ്രദ്ധയോടെ പഠിക്കുക. കാരണം ഉപനിഷത്തിന്റെ തത്വം തന്നെയാണ് ഗുരുവിന്റെ വേദാന്ത സൂത്രത്തിന്റെ സത്ത. ആ പരമസത്യം നാമം കൊണ്ടും രൂപം കൊണ്ടും ഈ ലോകത്തിന്റെ രൂപത്തിൽ വ്യാകൃതമായി. അത് ഗീതയൊക്കെ ഈ അതേ സത്യം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പറയുന്നുണ്ട്, പ്രാണന പ്രക്രിയ നടക്കുമ്പോൾ അവനെ പ്രാണൻ എന്നറിയപ്പെടുന്നു. നമ്മൾ ശ്വസിക്കുമ്പോൾ അതിനെ പ്രാണൻ എന്ന പേരിൽ ഈ സത്യത്തെ അറിയപ്പെടുന്നു. ഇനി നാം എന്താ പറയുക, ഒരു സംസാരിക്കുമ്പോൾ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇവനെ വാക്ക് എന്ന പേരുള്ളവനാവുന്നു. ഒരേ സത്യം തന്നെ. പിന്നെ ശ്വസിക്കുമ്പോൾ അവനെ പ്രാണനെന്ന് വിളിക്കുന്നു, സംസാരിക്കുമ്പോൾ അവനെ വാക്കെന്ന് വിളിക്കുന്നു, അതുപോലെ കേൾക്കുമ്പോൾ അവനെ ശ്രോത്രമെന്ന് വിളിക്കുന്നു, അല്ലേ? അതുപോലെ മനനം ചെയ്യുമ്പോൾ അവനെ മനസ്സെന്ന് വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പേരുള്ളവനാകുന്നു എന്ന് പറയുമ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും വരുന്ന അറിവുകൾ ഇവൻ തന്നെയാണ്. ഇതൊക്കെ ഇവന്റെ കർമ്മനാമങ്ങളാണ് എന്നാണ് നാം, ഈ പേരുകളെല്ലാം ഇവന്റെ ആ പരമസത്യത്തിന്റെ കർമ്മനാമങ്ങൾ തന്നെയാണ്. അപ്പോൾ ആത്മാവിൻ്റെ അസ്തിത്വം മാത്രമാണ് ആ പരമസത്യത്തിൻ്റെ, അതായത് ആത്മാവിൻ്റെ ഉണ്മ മാത്രമാണ് നമ്മുടെ കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും സ്പർശത്തിലൂടെയും അതുപോലെ തന്നെ രസത്തിലൂടെയും സ്പർശനത്തിലൂടെയും ഒക്കെ അസ്തിത്വമായി നിൽക്കുന്നത്. ഇതിന് ആധാരമായിരിക്കുന്നത് ആത്മാവിൻ്റെ സത്തയാണ്. അതുകൊണ്ട് അത് സത്താണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ പിന്നെ നമ്മൾ അറിയേണ്ടത്, ഇല്ല എന്ന് ഇതെപ്പോഴും പല സൂത്രങ്ങളിലും പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇല്ലായ്മ, അഭാവം, അസത്ത് പോലും പ്രകാശിക്കണമെങ്കിൽ അവിടെ സത്തിനെ ആശ്രയിച്ചേ പറ്റൂ. ബോധമുള്ള ഒരുവനല്ലേ ഒരു കാര്യം ഇല്ലെന്ന് പറയാൻ പറ്റൂ. വെറുതെ ചിന്തിച്ചു നോക്കിയേ. ബോധത്തിലല്ലാതെ ഇല്ലായ്മയും പ്രകാശിക്കുന്നില്ലല്ലോ. തത്വവിചാരമാണ്, വളരെ ശ്രദ്ധിക്കുക. ഇല്ലായ്മ പ്രകാശിക്കണമെങ്കിലും അവിടെ ഒരു ഉണ്മയിലേ അത് പ്രകാശിക്കുകയുള്ളൂ എന്നാണ് അർത്ഥം. അപ്പോൾ ഉണ്ട് ഇല്ല എന്ന ഈ ഭാവങ്ങൾക്ക് ആധാരം ഏകമായ സദ്വസ്തു മാത്രമാണ്. രണ്ട് ഭാവങ്ങൾക്കും ആധാരം ആ ഏകമായ പരമ്പൊരുളാണ്, സദ്വസ്തു മാത്രമാണ്. അപ്പോൾ അറിയുന്നുണ്ട് എന്ന് പറയുന്നത് അറിവിൽ നിന്ന് എഴുന്നു വരുന്ന ഭാഗമാണ്. അറിയുന്നില്ല എന്ന് പറയുന്നതും അറിവിൽ നിന്ന് എഴുന്നു വരുന്ന ഭാഗമാണ്. ഇതൊരു കാര്യം തന്നെ നിങ്ങൾ തലപുകേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടും ഒരേ സത്യത്തിൽ നിന്നാണ് വരുന്നത്. അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് സത്താണ്, അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് അസത്താണെങ്കിലും ഈ അസത്തിനെ അറിയുന്നതും ഈ ഒരു ബോധത്തിൽ തന്നെയാണ്. ബോധമുണ്ടെങ്കിലേ
നമുക്ക് ഇല്ല എന്ന അറിവ് പോലും ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ പൊരുൾ. ഇത്തിരി ശ്രദ്ധിച്ച് വീണ്ടും വീണ്ടും ക്ലാസ് ഇടുമ്പോൾ അത് ഓഡിയോ കേട്ട് 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 ഒരു സെൻറ്റൻസിൻ്റെ എങ്കിലും അർത്ഥം നമുക്ക് മനസ്സിലായാൽ അത് തന്നെ നമുക്ക് വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഇവിടെ ഗുരു പറഞ്ഞു തന്നല്ലോ, എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല എന്ന് ഗുരു പറഞ്ഞു തന്നു. അതായത് ഈ പ്രപഞ്ചത്തിൽ സ്വപ്നത്തിൽ നമ്മുടെ കിനാവുകൾ പൊന്തി വരുന്നത് പോലെയാണ് ആത്മാവിൽ നിന്നും നാമങ്ങളും വിഷയങ്ങളും പ്രതിഭകളും പൊങ്ങി വരുന്നത്. ഇത് വേറൊരു വസ്തു ഒന്നും ഇല്ല അതിൽ. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊന്നുമില്ല. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അത് നമ്മളിൽ നിന്ന് തന്നെ സൃഷ്ടിച്ച് അതിനെ കാണുന്നു. അതിൻ്റെ ലക്ഷണമുണ്ട്. പേടിച്ച് വിറയ്ക്കുകയാണെങ്കിൽ നമ്മൾ നന്നായി ഭയന്ന് വിയർത്ത് അതിൻ്റെ ലക്ഷണവും കാണാൻ അനുഭവിച്ചതിൻ്റെ, അല്ലേ? അപ്പോൾ നമ്മൾ എവിടെന്നെങ്കിലും കൊണ്ടുവന്നിട്ടാണോ ഇതൊക്കെ സൃഷ്ടിച്ച് അനുഭവിച്ചത്? അപ്പോൾ അതുപോലെ സ്വപ്നത്തിലെ കിനാവുകൾ കാണുന്നത് പോലെ തന്നെയാണ്, ആ കിനാവുകൾ പൊന്തി വരുന്നത് പോലെയാണ് ആത്മാവിൽ നിന്ന് ഈ പ്രപഞ്ചം പൊന്തി വരുന്നത്. അതാണ് ഗുരു എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല എന്ന് ഗുരു പറയുന്ന അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ 5 വിഷയങ്ങളേ ഉള്ളൂ: ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അതുകൊണ്ടാണല്ലോ അതിനെ അറിയുന്നത് കൊണ്ടാണ് മനുഷ്യനെ അഞ്ചറിവ് ജീവി എന്ന് പറയുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണരുമ്പോൾ ആ സ്വപ്നം മുഴുവൻ നമ്മിലേക്ക് തന്നെ പോയി ലയിക്കുന്നത് പോലെ ഈ ലൗകിക ജീവിതം ഒരു ദീർഘമായ സ്വപ്നമാണ്. 80 വയസ്സ് വരെയാകാം, 90 വയസ്സ് വരെയാകാം, 100 വയസ്സ് വരെയാകാം, 110 വയസ്സ് വരെയാകാം, എത്ര ആയിക്കൊള്ളട്ടെ. അത്രയും നീണ്ട ഒരു സ്വപ്നമാണ് ഈ ജാഗ്രതും. അങ്ങനെ നമുക്ക് ഈ ലോകമാകുന്ന കിനാവ് കണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. ആ കിനാവിൽ നമ്മൾ എത്ര സത്യമെന്ന് കരുതിയേക്കണം ആ കിനാവിനെ. എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എൻ്റെ സ്ഥാനമാനങ്ങളും എൻ്റെ സുഹൃത്ബന്ധങ്ങളും എൻ്റെ സമൂഹത്തിലുള്ള പദവികളൊക്കെ നമ്മൾ സങ്കല്പിച്ചു കൂട്ടി നമ്മൾ അതാണെന്ന് വെറുതെ അഭിമാനിക്കുകയാണ്. ഒരു കിനാവാണത്, വെറും കിനാവ്. അപ്പോൾ ജ്ഞാനോദയം ഉണ്ടാകുമ്പോൾ, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ സ്വപ്നം കണ്ടവനിലേക്ക് പോയി ലയിച്ചതുപോലെ പരമാത്മ സത്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ, ജ്ഞാനോദയം ഉണ്ടാകുമ്പോൾ സർവവും ആത്മാവിൽ പോയി അമരും. ഈ ലോകമാകുന്ന കിനാവ് മുഴുവനും ആത്മാവിൽ പോയി അമരും. ശേഷിക്കുന്നത് ആത്മാവ് മാത്രം. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളിത് ഈ കണ്ടേക്കണതിനെ എത്ര സത്യബുദ്ധിയോട് കൂടിയാ നമ്മൾ ചേർത്ത് പിടിച്ചേക്കണത്. ആ ചേർത്ത് പിടിച്ചേക്കണതിന് വെറും ഒരു സ്വപ്നത്തിൻ്റെ തുല്യത്വം ഉള്ളൂ എന്ന് നമ്മൾ അറിയണം. അപ്പോൾ അതിന് നമ്മൾ ഗുരുവിൻ്റെ എല്ലാ കൃതികളിലും ഗുരു അത് പറഞ്ഞു തരുന്നുണ്ട്. തേവാരപതികങ്ങളൊക്കെ വളരെ കൃത്യമായ ആ സത്യത്തെ ഗുരു ഉള്ളടക്കി വെച്ചിട്ടുണ്ടത്. തമിഴായതുകൊണ്ട് നമ്മൾ കുറച്ചൊരു തൊടായികയുണ്ട് അതിൽ. അതിനകത്ത് ഗുരു പറയുന്നുണ്ട്: ജ്ഞാനോദയമേ ജ്ഞാതുരുവേ നാമാതിയിലാ നിർഗതിയേ യാനോ നീയോ യാതി പരം, അല്ലെ? യാത്തായി വിടുമോ പേച്ചായേ. നീ ഒന്ന് പറഞ്ഞതാ, ഞാനാണോ നീയാണോ ആ ആദിമമായ സത്ത ആദിമസത്യം ഞാനാണോ, ഞാനെന്ന ജീവനാണോ, അതോ നീയാണോ? അത് രണ്ടും ഒന്നാണോ? എന്താണ് അതിൻ്റെ സത്യം? എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്നിങ്ങനെ ഗുരു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് തേവാരപതികങ്ങളിൽ നമ്മളെക്കുറിച്ച്, നമ്മളോട്. ശിവസ്തുതിപരമായ കൃതിയാ, പക്ഷെ അതിൽ പറയുന്നത് പക്ക വേദാന്തമാണ്, കടുത്ത ദാർശനിക തലമാണ്, നമ്മിലേക്ക് കൊണ്ട് എത്തിക്കുന്ന സത്യത്തെയാണ് ഗുരു അവിടെ പറയുന്നത്. അതായത് നാം എന്ന ജീവനെ, നമ്മുടെ മനസ്സിനെ ചൈതന്യമായി പ്രതിബിംബിച്ചിരിക്കുന്ന ഈ ഈശ്വര സത്തയാണല്ലോ നാം എന്ന ജീവൻ. ആ ജീവനെ ഒരു തേളിനെ പോലെ കുത്തി നോവിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേഹം. എന്നോട് പറയാം, നാം എന്ന ജീവനെ ഒരു തേള് കുത്തിയ എത്ര വേദനയായിരിക്കും, എത്ര കട്ടുകഴപ്പായിരിക്കും നമുക്ക്, അല്ലേ? അപ്പോൾ ആ ഒരു നമ്മളുടെ മലിന സംസ്കാരങ്ങൾ കൊണ്ട് ഈ ജീവനെ ഒരു തേളിനെ പോലെ കുത്തി വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ദേഹത്തിന്റെ ആവശ്യങ്ങൾ
അതിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുമ്പോൾ, മനസ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചൊക്കെ നമ്മളിങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ ആ ജീവൻ ഒരു തേളിൻ്റെ മായിൽ അകപ്പെട്ട പോലെയാണ് എന്ന് ഗുരു പറയാണ്. അതായത് മുമ്മല മുതിരും പൊരുൾ എന്നാ പറഞ്ഞത്. ദേഹത്തെ ഗുരു പറയാണ് മുമ്മല മുതിരും പൊരുൾ. 3 മലങ്ങൾ വാദപിത്ത കഫങ്ങളാണ് മുമ്മലങ്ങൾ എന്ന് പറഞ്ഞത്. ഈ മുമ്മല മുതിരും പൊരുൾ, വാദപിത്ത കഫങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ദേഹത്തിന്റെ അവസ്ഥയാണ് ഗുരു പറഞ്ഞില്ലേ, തൊലിയും എലുമ്പു മലം ദുരന്ത മന്ദ കലകളുമേന്തു മഹന്ത. അങ്ങനെയുള്ള ദേഹം ഈ ജീവനെ തെളിനെ പോലെ കുത്തി നോവിപ്പിക്കുക. അത് മുമ്മല മുതിരും പൊരുളാണ്. വാതപിത്ത കഫങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേഹം ഒരു തെളിനെ പോലെ ജീവനെ നോവിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഗുരു പറയുക, തേൽവായിടയിൽ തിരിയാമൽ തേവേ പെരിയോവേ കാവേ. ഗുരുവിന്റെ ഭാഷ എത്ര സുന്ദരമല്ലേ. തേൽവായിടയിൽ, തേളിന്റെ വായിന്റെ ഉള്ളിൽ പെട്ട് തിരിയാമൽ, കിടന്ന് ഉഴലാൻ എന്നെ അനുവദിക്കല്ലേ ഭഗവാനെ. ഈ തേളിന്റെ കുത്തലേറ്റേറ്റും അടുത്തു ശരീരം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. എൻ്റെ സ്വരൂപത്തെ അറിയാനാവാത്ത വിധത്തിൽ ഈ ശരീരവും ഈ ഇന്ദ്രിയങ്ങളും മനസ്സും അടങ്ങുന്ന ഈ എന്താ പറയുക, സപ്തമലങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ ദേഹം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ തേളിൻ്റെ വായിൽ അകപ്പെട്ട പോലെയാണ്. അതാ പറഞ്ഞ തേൽവായിടയിൽ തിരിയാമൽ. ഈ തേളിൻ്റെ വായ്ക്കകത്ത് കിടന്ന് തിരിയാൻ എന്നെ അനുവദിക്കാതെ. തേവേ, എൻ്റെ ദൈവമേ. പെരിയോവേ, പെരിയോർകൾ അല്ലെ, പെരിയോവേ, പരമസത്യമേ, പരബ്രഹ്മ സ്വരൂപമേ, കാവേ, എന്നെ ഒന്ന് കാത്തുരക്ഷിക്കൂ. ഇങ്ങനെ ആരോ പറഞ്ഞു തരിക അല്ലേ. കരച്ചിൽ വരും. ഒരു എത്രയൊക്കെ ഭാഷയിൽ മാറി മാറി പഠിച്ചിട്ട് നമ്മൾ പഠിക്കുന്നില്ല, നമ്മളൊന്നും മനസ്സിലാക്കുന്നുമില്ല. മലയാളത്തിൽ പറഞ്ഞു തന്നു, സംസ്കൃതത്തിൽ പറഞ്ഞു തന്നു, തമിഴിൽ പറഞ്ഞു തന്നു ഭഗവാൻ അല്ലേ. പക്ഷെ നമുക്കൊന്നും അങ്ങോട്ട് ബുദ്ധിക്ക് പിടിക്കണില്ല, ബുദ്ധിയിലേക്ക് അങ്ങോട്ട് കയറുന്നില്ല. അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അപ്പോൾ തേവാരപദ്യങ്ങളിൽ ആ ശ്ലോകമൊക്കെ ഒന്ന് വായിച്ചു നോക്കൂട്ടെ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ശ്ലോകമാണിത് അല്ലേ. തേൽവായിടയിൽ, എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് കണ്ണടച്ച്. തേൽവായിടയിൽ തിരിയാമൽ അല്ലേ, തേവേ പെരിയോവേ കാവേ. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം, എന്നെ ഈ തേലിൻ്റെ വായിൻ്റെ അകത്തിട്ട് വേദനിപ്പിക്കല്ലേ അല്ലേ. എൻ്റെ ശരീരമാണ് എൻ്റെ ജീവനെ എനിക്ക് ഈ പരമസത്യത്തിലേക്ക് അടുക്കാനായിട്ട് എപ്പോഴും എന്നെ വേദനിപ്പിച്ചുകൊണ്ട് എൻ്റെ ചിന്തകളെ മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ദുഃഖങ്ങളൊക്കെ എനിക്ക് അടക്കാൻ സാധിച്ചുകൊണ്ട് എൻ്റെ സ്വരൂപത്തെ അറിയാൻ എനിക്ക് സാധിക്കണേ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മുൻപ് പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ, കിനാവ് കണ്ടിരുന്നപ്പോൾ വിഷയങ്ങൾ സത്തായതുകൊണ്ട് അത് സത്താണ്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അതിന് സ്വന്തമായ നിലനിൽപ്പില്ലാത്തത് കൊണ്ട് അത് അസത്താണ്. പല രീതിയിലും സത്തും അസത്തും പറഞ്ഞുകൊണ്ട് പോകുക. ഇനി വെറുതെ എഴുതുക. ഭാനദർശനം 10-ാം ശ്ലോകം, ഭാനദർശനത്തിലെ 10-ാം ശ്ലോകം. യദ്ഭാസ്യതേ തദധ്യസ്ഥം അനധ്യസ്ഥം ന ഭാസ്യതേ യദധ്യസ്ഥം തദസത് അവി അനധ്യസ്ഥം സദേവ തത്. നിങ്ങൾക്ക് വായിക്കാൻ ഇച്ചിരി പ്രയാസമുള്ള ശ്ലോകം, പക്ഷെ ഏറ്റവും എളുപ്പമാണത് ദർശനമാലിൽ. യത് ഭാസ്യതേ തദധ്യസ്ഥം, ഭാനദർശനം 10-ാം ശ്ലോകം കേട്ടോ. യത് ഭാസ്യതേ തത്, ഇത് ആ ശ്ലോകത്തിന്റെ അർത്ഥവും കൂടി ഇതോടൊപ്പം പഠിച്ചു പോകണം. യത് ഭാസ്യതേ തത് അധ്യസ്ഥം. യാതൊന്നാണോ പ്രകാശിപ്പിക്കപ്പെടുന്നത്, മറ്റൊരു വസ്തുവിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നത്, അത് അധ്യസ്ഥമാണ്, അത് ആരോപിതമാണ്. അതായത് തന്നിലില്ലാത്ത ധർമ്മങ്ങൾ അതിൽ ആരോപിക്കുന്നതാണ്. ഇപ്പം എൻ്റെ കണ്ണ് കാണുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണിന് കാണാനുള്ള കഴിവൊന്നുമില്ല, എന്നിട്ട് വെറുതെ നമ്മൾ പറയാം എൻ്റെ കണ്ണ് കാണുന്നു എന്ന്. കണ്ണിനെ കാണിക്കുന്ന ഒരു മനസ്സിരിപ്പുണ്ട്, മനസ്സ് പറയുന്നിടത്തേ കണ്ണ് നോക്കുള്ളൂ. ഇനി മനസ്സിന് പൊരുളായിട്ട് വേറൊരു പൊരുൾ ഇരിപ്പുണ്ട്, എൻ്റെ ജീവൻ. ഇനി ജീവനാണോ ഇതിനെല്ലാം ആധാരം? ആ ജീവനും ആധാരമായ ഒരു പരമ്പൊരുളുണ്ട് അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. അപ്പം കണ്ണൊരു ഉപാധി മാത്രമാണ്, അതിനെ കാണിക്കുന്ന ചൈതന്യമാണ് മനസ്സ്.
മനസ്സിനെ അത് ചിന്തിപ്പിക്കുന്നതിന് ചൈതന്യം കൊടുക്കുന്ന ജീവനാണ്. ജീവനെ പ്രകാശിപ്പിക്കുന്നത് ജീവൻ ആ പരമ്പൊരുളിന്റെ അംശമാണ്. അംശി തന്നെയാണ്. ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ പറയാണ് യത് ഭാസ്യത എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കപ്പെടുന്നത് ഒന്നും ശാശ്വത സത്യമല്ല എന്നാണ്. യത് ഭാസ്യതേ മറ്റൊന്നിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതൊക്കെ അധ്യസ്ഥമാണ്, ആരോപിതമാണ്, അത് കൂടിക്കലർപ്പുള്ളതാണ്. ഇപ്പോൾ കൂടിക്കലർപ്പുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിന് കാഴ്ച കാണുമ്പോൾ അതിന് എൻ്റെ കണ്ണുണ്ട്, എൻ്റെ മനസ്സുണ്ട്, പിന്നെ എൻ്റെ ജീവനുണ്ട്, അതിനപ്പുറം പരമ്പൊരുളുണ്ട് അല്ലേ? അപ്പൊ എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു വസ്തു പ്രകാശിപ്പിക്കപ്പെടുന്നതെങ്കിൽ അത് കൂടിക്കലർപ്പുള്ളതാണ്. ഏതു ഭാസ്യതേ തദധ്യസ്ഥം, യാതൊന്നാണോ മറ്റൊന്നിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നത് അത് ഒക്കെ കൂടിക്കലർപ്പുള്ളതാണ്. കൂടിക്കലർപ്പ് ഇപ്പൊ പറഞ്ഞല്ലോ, കാഴ്ച പറഞ്ഞപ്പോ. അപ്പോ കൂടിക്കലരാത്തത് പഞ്ചഭൂത സമ്മിശ്രമല്ലാത്തത്, കൂടിക്കലരാത്തത് മറ്റൊന്നിനാൽ പ്രകാശിപ്പിക്കപ്പെടുകയില്ല. പരബ്രഹ്മ സത്യത്തെ ഒന്നുകൊണ്ടും നമ്മളതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ഒരു സൂര്യനോ ചന്ദ്രനോ അഗ്നിക്കോ ഒന്നിനും പരമസത്യത്തെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. അപ്പൊ കൂടിക്കലരാത്തത് കൊണ്ടാണത്. ശാശ്വത സത്തയായതുകൊണ്ടാണ്, ശുദ്ധ സത്തയായതുകൊണ്ടാണ് അത് മറ്റൊന്നിനാൽ പ്രകാശിപ്പിക്കപ്പെടാത്തത് എന്നറിയണം. അപ്പോ കൂടിക്കലരാത്തത് മറ്റൊന്നിനാൽ പ്രകാശിപ്പിക്കപ്പെടുകയില്ല. ഇത് ഭാസ്യതേ തത് അധ്യസ്ഥം. അനധ്യസ്ഥം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊന്നിനാൽ പ്രകാശിപ്പിക്കപ്പെടാത്തത് എന്ന ഭാസ്യതേ. അതൊരിക്കലും എന്താ പറയാ, അസത്യമല്ല, സത്ത് തന്നെയാണ് എന്നർത്ഥം. പ്രകാശിക്കുന്നില്ല. കൂടിക്കലരാത്തത് മറ്റൊന്നിനാൽ പ്രകാശിക്കപ്പെടുകയില്ല എന്നർത്ഥം. കേവല സത്ത മറ്റൊന്നിനാൽ പ്രകാശിക്കപ്പെടുകയില്ല. അപ്പോൾ ഓർത്തോണം, കൂടിക്കലർപ്പുള്ളത് അസത്യമാണ്, കൂടിക്കലരാത്തത് സത്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് സത്യവും അസത്യവും ഗുരു പറഞ്ഞു? കൂടിക്കലരുന്നതൊക്കെ അസത്താണ്, കൂടിക്കലരാത്തത് സത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്കിപ്പോ ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടെന്ന് തോന്നുന്നതിന്റെ കാരണം ദൃക്കിന്റെ സമ്പർക്കം കൊണ്ടാണ്. ഈ ജീവന്റെ സമ്പർക്കം ഉള്ളത് കൊണ്ടാണ്. മനസ്സിന് ജീവനുമായി സമ്പർക്കം വരുമ്പോഴാണ് നമ്മൾ ഇവിടെ എല്ലാ വസ്തുക്കളും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു സത്യദർശി എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ വാസനകൾക്ക് അനുയോജ്യമായി നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ ലോകത്തെ കണ്ട് 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 അവിടുത്തെ എല്ലാം ചേർത്ത് പിടിച്ച് അതിനെ വാസനയാക്കി പിന്നെയും കൊണ്ടുപോകും. എന്നിട്ട് ആ കർമ്മക്കെട്ടുകൾക്കനുസരിച്ച് നമ്മൾ പിന്നെയും വരും. ഏതൊരു ജന്മം കിട്ടിയാലും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി, ഞാൻ എന്തിനാ ഇങ്ങനെ ഈ ജന്മമരണ ചുഴികളിൽ പെട്ടുകിടക്കുന്നത് എന്ന് ചിന്തിക്കാൻ എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും സാധ്യമാകുന്നില്ല നമുക്ക്. അതുകൊണ്ട് ഒരു സത്യാന്വേഷി ചെയ്യേണ്ടത്, ഇപ്പൊ ഇത്രയൊക്കെ ദശയിൽ എത്തിയില്ലേ നമ്മൾ ഓരോരുത്തരും, വേദാന്ത സൂത്രം വരെയൊക്കെ നമ്മുടെ കയ്യിലെത്തി. ആ സ്ഥിതിക്ക് നമുക്കിത് അവകാശപ്പെട്ടതാണ്. ഇത് നമുക്കറിയാനും അനുഭവിക്കാനുള്ള അവകാശമുണ്ട്, നമുക്ക് സാധിക്കുകയും ചെയ്യും. അതിന് ഉറച്ച വിശ്വാസം നമുക്ക് വേണം, ചിന്ത നമുക്ക് വേണം. അപ്പോൾ നമുക്കത് സാധ്യമാകുന്നതാണ്. ആനന്ദത്തോടെ ഇരിക്കാനെങ്കിലും നമുക്കിവിടെ സാധിക്കും. അപ്പോൾ ഇവിടെ സത്യാന്വേഷി ചെയ്യേണ്ടത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മിഥ്യാഭ്രമങ്ങളില് മനസ്സ് സത്യബുദ്ധി വെച്ചുകൊണ്ട് ജീവിക്കരുതെന്ന് അർത്ഥം. കൂടിച്ചേർത്ത് വെച്ചേക്കുന്നതൊന്നും എൻ്റെ അല്ലെന്നും അത് ഏത് നിമിഷം എൻ്റെ നിന്ന് വിട്ടുപോകാവുന്നതാണെന്നും ഞാനെന്ന സത്ത ഈ ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും എൻ്റെ സ്ഥാനമാനങ്ങൾക്കും എൻ്റെ ബന്ധങ്ങൾക്കും ഒക്കെ അപ്പുറമാണ് എന്നിലുള്ള സത്തയെന്നും ഈ കൂടിച്ചേർക്കപ്പെട്ടതെല്ലാം ഇല്ലാതെയാവുന്നതാണെന്നും പറഞ്ഞു മനസ്സിനെ പഠിപ്പിച്ചേ പറ്റൂ. അപ്പം നമുക്ക് ധൈര്യം വരും ജീവിക്കാൻ. ഏത് രോഗം വരുമ്പോഴും നമ്മൾ തളർന്നു പോവില്ല. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ഈ ആദ്യം തന്നെ ഈ മനസ്സ് വെച്ചേക്കുന്നതില്ലേ മിഥ്യാഭ്രമങ്ങളിൽ, അവിടെ സത്യമില്ലെന്നൊന്ന് മനസ്സിലാക്കുക. അത് ശാശ്വതമല്ലെന്നൊന്ന് മനസ്സിലാക്കുക. അതിനെ വിട്ടുകളഞ്ഞ് ഉപേക്ഷിക്കാനല്ല പറയണം. അത് വെച്ചോ, എല്ലാ സുഖങ്ങളും അനുഭവിച്ചോളൂ, ജീവിച്ചോളൂ, നല്ല ആഹാരം കഴിച്ചോളൂ, നല്ല യാത്രകൾ നടത്തിക്കോളൂ. പക്ഷെ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ശാശ്വതമായി ഉള്ളതല്ല എന്ന് കരുതിക്കൊണ്ട് വേണം അതിൽ അഭിരമിക്കാൻ. അതാണ് പറഞ്ഞു തരുന്നത്. നല്ല സ്വത്ത് സമ്പാദിക്കണം, നല്ല വസ്ത്രങ്ങൾ ധരിക്കണം,
നല്ല യാത്രകൾ നടത്തണം, നല്ല കാഴ്ചകൾ കാണണം. ഇതെല്ലാം നമുക്ക് ഉള്ളിന് ആനന്ദം പകരുന്നില്ലെങ്കിൽ ഇതൊക്കെ നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പം നമ്മൾ പോയി എവിടെയെങ്കിലും നല്ല യാത്രകൾ പോയി നല്ല കാഴ്ചകൾ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ ദുഃഖത്തിലിരിക്കുക. ഒന്ന് ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് ചിരി വന്നില്ല. നമ്മൾ പോയിട്ട് കാര്യമുണ്ടോ? ഈ പ്രസൻറ്റിൽ ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. അപ്പം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു അവിടെ സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം അടുത്തൊരു നിമിഷം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇരിക്കുന്നത്ര നിമിഷവും സന്തോഷത്തോടെ ജീവിക്കാനാണ് നമ്മൾ ഗുരുവിൻ്റെ കൃതികൾ പഠിക്കുന്നതും. അതിന് ഗുരു നമ്മളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ഗുരുവിനോട് പ്രാർത്ഥിക്കണം. ഈ സത്യം എനിക്കൊന്ന് മനസ്സിലാക്കി തരൂ ഭഗവാനെ. ഈ സത്യം ഉൾക്കൊള്ളാൻ എൻ്റെ ബുദ്ധിയെ അടക്കിക്കൊണ്ട് ആ സത്യത്തെ അറിയാനുള്ള കഴിവ് എനിക്ക് തരണേ, അതിനുള്ള ശക്തി എനിക്ക് തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ സത്യാന്വേഷി ചെയ്യേണ്ടത് ഈ നമ്മുടെ മുന്നിൽ കാണുന്ന വസ്തുക്കളിലെ സത്യബുദ്ധി വെടിഞ്ഞിട്ട് ആ നിത്യശുദ്ധമായ ആ സത്യത്തെ അറിഞ്ഞ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് അതിനെ ഒന്ന് വേർപെടുത്തി മനസ്സിലാക്കാൻ ശ്രമിക്കണം. കൂട്ടിക്കലർത്തി മനസ്സിലാക്കാതെ അറിയുന്നവൻ എന്ന ഞാൻ ആ ആത്മചൈതന്യത്തിൻ്റെ അംശമാണെന്നും അറിയപ്പെടുന്നതൊക്കെ എപ്പോഴും വിട്ടുപോകാവുന്നതാണെന്നും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ മതി. അത് ഉപേക്ഷിച്ചൊന്നും കളയണ്ട, അതൊക്കെ വെച്ചോളൂ. പക്ഷെ അതിൽ വെച്ചിരിക്കുന്ന ബുദ്ധിയെ ഒന്ന് മാറ്റണം, അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് ഈ ശരീരമുള്ളിടത്തോളം കാലം ഈ ജീവിതത്തിൽ ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ അത് ശാശ്വതമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ജീവിക്കാൻ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, സങ്കല്പങ്ങളെല്ലാം ഒടുങ്ങിയ ഉള്ളം സ്പന്ദനമില്ലാതെ ജഗദീശ്വരനിൽ ഒന്നാകണം എന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലേ. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്ക്. എണ്ണി മാറ്റാവുന്നത് അസത്തിനെയൊക്കെ മാറ്റി 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 വരുമ്പോൾ കാണുന്നവൻ മാത്രമേ ഉണ്ടാവും അല്ലേ. ആ വാസനകൾ അടങ്ങിയ ആ ഉള്ളം നിന്നിലേക്ക് സ്പന്ദനം വെടിഞ്ഞ് ഒന്നാകണം. സ്പന്ദിച്ചു പോകുമ്പോഴാണ് നമുക്ക് വീണ്ടും കർമ്മങ്ങൾ വരുന്നതും നമ്മൾ കർമ്മബന്ധങ്ങളിൽ പെട്ടുപോകുന്നതും. ഈ സ്പന്ദനം അടങ്ങിയ അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ചിന്താ കല്ലോലങ്ങൾ കുറച്ചിട്ട് സത്യബുദ്ധിയിൽ ഇരുന്നിട്ട് കുറച്ച് നേരം നമ്മൾ ഒന്ന് ധ്യാനത്തിലേക്കൊക്കെ പോയിട്ട് നമ്മളുടെ ചിന്തകൾ കുറയ്ക്കുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ അറിയാതെ ഒരു ആനന്ദം നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതം എന്താണെന്ന് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എന്താണ് നമ്മുടെ ജീവിതം? ഈ അസത്തായ ലോകത്തെ സത്തെന്ന് കരുതിക്കൊണ്ടുള്ളതാണ് നമ്മുടെ ജീവിതം. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇല്ലാത്ത ലോകത്തിലെ ഉണ്മയെ കരുതിക്കൊണ്ട് ജീവിച്ചു എത്ര കാലമായി നമ്മളങ്ങനെ ജീവിക്കണം? ഇതൊക്കെ എൻ്റെയാന്ന് കരുതിയിട്ട് എത്ര പട്ടുസാരി വാങ്ങി വെച്ചിരിക്കുന്നു അല്ലേ? എത്ര വില കൂടിയ ആഭരണങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്നു. എത്രയോ നമുക്ക് പ്രിയപ്പെട്ട വസ്തുക്കൾ അവിടെ ഉണ്ട്, എൻ്റെ എന്നും പറഞ്ഞ് വെച്ചിരിക്കുന്നു അല്ലേ. ഈ അസത്തിനെ താലോലിച്ച് അതിനെ വിട്ടുപോകുമ്പോഴുള്ള വിഷമാണ് നമ്മുടെ മരണഭയം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ വസ്തുക്കളുടെ ആ എന്താ പറയുക നശ്വരത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനോട് അടുക്കാൻ ശ്രമിക്കുക. അപ്പോഴേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ബാങ്ക് ബാലൻസ് ആരതിനെ എടുക്കും, ആരതിനെ ചെലവാക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട്ടാൽ നമ്മൾ തിരിച്ചു വരുന്നത് അങ്ങനെയുള്ള ഒരു ലോകത്തേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ എന്താ പറയുക, അസത്തായ ലോകത്തെ സത്തായി കരുതിക്കൊണ്ട് ജീവിക്കാതെ ആത്മചൈതന്യം ഈ പ്രപഞ്ചത്തിലുള്ള സകലതുമായി പ്രതീതമായിരിക്കുകയാണ് എന്നറിയണം. ആത്മചൈതന്യം തന്നെ അതിൽ പ്രകാശാത്മകമായിട്ടുള്ളത് മാത്രമല്ല ഉണ്ടാവുക, തരുന്ന ദുഃഖാത്മകമായ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാകുന്നു മനസ്സിലാക്കുക. ഒരുവനും ഒരിക്കലും സുഖം മാത്രമല്ല ഉള്ളത്. നമ്മൾ ഒരുവന് സുഖം ഉണ്ടെന്ന് കരുതുന്നവൻ ഒരിക്കലും അവൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് സൂക്ഷ്മമായി തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ദുഃഖമായിരിക്കും അവർ അനുഭവിക്കുക. അപ്പോൾ ജീവിതം ഈ ആത്മസത്യം പ്രപഞ്ചമായി വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിൽ പ്രകാശാത്മകത മാത്രമല്ല ഉള്ളത്, അതിൽ ദുഃഖകാരണമായതും അതിലുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ സകലതിലും ഭാസിക്കുന്ന ആത്മചൈതന്യത്തെ അറിയാനാവാത്ത വിധം നമ്മുടെയൊക്കെ അറിവ് സങ്കുചിതമായി പോയതാണ് ഏറ്റവും വലിയ കഷ്ടം. നമ്മളിലും
അതുപോലെ തന്നെ സകലതിലും ഭാസിക്കുന്ന ചൈതന്യത്തെ അറിയാനാവാത്ത രീതിയിൽ, മനസ്സിലാകാനാവാത്ത രീതിയിൽ നമ്മുടെയൊക്കെ അറിവ് ചുരുങ്ങിപ്പോയി. ആ ചുരുക്കലിനെ ഗുരു എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നത്? അറിവിനെ, ആ സത്യത്തെ അറിയാനാവാത്ത രീതിയിൽ നമ്മുടെ മനസ്സും നമ്മുടെ ഈശ്വരൻ ചൈതന്യം ബിംബിച്ചിരിക്കുന്ന ആ ബുദ്ധി സങ്കുചിതമായി പോയിരുന്നു. അത് ഗുരു ഒരു വാക്കിലൂടെ, ഒരു പ്രത്യേക വാക്കിലൂടെ അത് പറഞ്ഞു തരുന്നുണ്ട്. അത് ഏതാണെന്നറിയോ? യഥാ ആത്മവിദ്യ സങ്കോചസ്തദാ അവിദ്യ ഭയങ്കരം നാമരൂപാത്മന അത്യർത്ഥം വിവാദീഹ പിശാചവത്. അതെ, അത് ശരിയാണ്, അതും ശരിയാണ്. പക്ഷെ ഗുരു കറക്റ്റ് ഈ ഒരു വാക്ക് വെച്ചിട്ട് പറയുന്നുണ്ട്. അല്ല, നമ്മുടെ അറിവ് സങ്കുചിതമായി പോയെന്ന്. ഒരു കാര്യം ചെയ്യും, ഒരു ക്ലൂ തരാം. ഓക്കെ, എല്ലാത്തിനും പൊരുൾ ഒന്ന് തന്നെ. ഒരു ക്ലൂ തരാം. ജനനി നവരത്ന മഞ്ജരിയില് ജനനി നവരത്ന മഞ്ജരിയിലാണ് ഗുരു ഇത് പറയുന്നത്. അറിവ് നമ്മുടെ സങ്കുചിതമായി പോയിന്ന്. ആ സത്യത്തെ അറിയാനാവാത്ത വിധം അറിവ് സങ്കുചിതമാകാൻ കാരണം എന്തെന്ന് ഗുരു പറഞ്ഞു തരുന്നുണ്ട്. ഒരു കാര്യം ചെയ്തോ, നോക്കൂ. 1000 തരം ഇരുണ്ട് ആശയം പ്രതി ചുരുണ്ട്. അത്രയും ക്ലൂ തരാം, ബാക്കി പറയും. 1000 തരം ഇരുണ്ട് ആശയം പ്രതി ചുരുണ്ട് ആ മനസ്സിലെ അതെ അതന്നെ. ഓക്കെ, മ്യൂട്ടാക്കിക്കോട്ടാ. അപ്പൊ ആ ശ്ലോകം നിങ്ങൾ പഠിക്കാട്ടാ. അതിന്റെ തുടക്കം എങ്ങനെയാ? സത്തായി ആണോ? കണ്ടാടും അംഗമകവും കൊണ്ട് 1000 തരം ഇരുണ്ട് ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നം ഇതു കണ്ടാടും അംഗമകവും കൊണ്ട്. അതെ, അപ്പൊ ചുരുണ്ടിട്ടാണ്. ഓക്കെ, ഉണ്ടാകയില്ല അറിവ്. ഓക്കെ, ഒന്ന് മ്യൂട്ടാക്കിക്കോട്ടോ, മ്യൂട്ടാക്കിക്കോളൂ. അപ്പൊ ഇവിടെ 1000 തരം ഇരുണ്ടിട്ട് ആശയം പ്രതി ചുരുണ്ടാണ് നമ്മളെല്ലാവരും അവ്യക്താവസ്ഥയിലേക്ക് വീണ്ടും വീണ്ടും മറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആശയം പ്രതി ചുരുളരുത്. 1000 സങ്കല്പങ്ങളിൽപ്പെട്ട് നമ്മൾ മലിനമാകരുത്. അതുകൊണ്ടാണ് നമ്മളില് ആ സകലതിലും ഭാസിക്കുന്ന ചൈതന്യത്തെ അറിയാനാവാത്ത വിധം നമ്മളിലെ അറിവ് സങ്കുചിതമായി പോകുന്നതിന്റെ കാരണം നമ്മള് ഈ 1000 ചിത്തസങ്കല്പങ്ങളിൽപ്പെട്ട് 1000 തരം ഇരുണ്ട് മറയുന്നത് കൊണ്ടാണ്. അപ്പൊ ഇരുളലും ചുരുളലൊക്കെ മാറിയിട്ട് സത്യത്തെ അറിഞ്ഞ് സഞ്ചരിക്കണം. അപ്പൊ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ, നന്മ തിന്മകളും സുഖദുഃഖങ്ങളും ഒക്കെയാണ് സത്യമെന്ന് തോന്നും. 1000 തരം ഇരുണ്ട് അറിവ് സങ്കുചിതമാകുമ്പോൾ ഈ ലോക ജീവിതത്തിലെ നന്മ തിന്മകളും സുഖദുഃഖങ്ങളും ഒക്കെയാണ് സത്യം എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സുഖം വേണമെന്ന് കരുതും, ദുഃഖം വേണ്ടെന്നും കരുതും. പക്ഷെ ജീവിതത്തിൽ ദുഃഖവും സുഖവും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ദുഃഖം വന്ന് വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ സുഖം ലഭിക്കാതെ വരുമ്പോൾ നമ്മൾക്ക് ഈ ജീവിതം ഒരു ദുഃഖക്കടലായി മാറുകയും ചെയ്യും. അപ്പോൾ നന്മ തിന്മകളും സുഖദുഃഖങ്ങളും ഈ ജീവിതമാവുന്ന ആ പ്രകൃതിയിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ട് മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് അറിഞ്ഞിട്ട് ക്രിയാകലാപങ്ങളില്ലാതെ, വിലാപങ്ങളില്ലാതെ, ചിന്തയില്ലാതെ അതിനെ നമുക്ക് അതിജീവിക്കാനുള്ള ശക്തി തരുവാനായിട്ട് പ്രാർത്ഥിക്കുക. അതിനൊപ്പം ഇരുണ്ടു പോകരുത്. പറയാറില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എനിക്ക് ഇന്നത് പറ്റിയിട്ടാണെന്ന് പറയരുത്. ആർക്കും നമ്മളെ ഇരുട്ടാൻ സാധ്യമല്ല.
ആർക്കും നമ്മളെ ചുരുട്ടാനും സാധ്യമല്ല. കാരണം അതിനൊന്നിനും നമുക്ക് സാധിക്കാത്ത തരത്തിൽ, അങ്ങനെ പോകാത്ത തരത്തിലൊരു പ്രകാശം നമ്മളിൽ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആർക്കും നമ്മളെ ഇരുട്ടാനും ചുരുട്ടാനും പറ്റില്ല. ഏത് മലിന സങ്കല്പങ്ങൾക്കും ഇതൊക്കെ നമ്മളെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. ഇത് വലിയ സൈക്കോളജിയാണ്. ശരിക്കും പറഞ്ഞാൽ സൈക്കോളജി ഒക്കെ മനസ്സിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പഠിക്കേണ്ടതാണ്. ആധ്യാത്മികത ശരിക്കും സാറ് പറഞ്ഞത് ശരിയാണ്. ആത്മവിദ്യക്ക് സങ്കോചമുണ്ടാകുമ്പോഴാണ് ഈ പ്രപഞ്ചം നമ്മളെ ഈ പ്രപഞ്ചം നമ്മളൊരു പിശാചിനെ പോലെയാണ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ അനുഭവങ്ങളും, ഓരോ ദൃശ്യങ്ങളും, ഓരോ കേൾവികളും അല്ലേ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു ആത്മീയത നഷ്ടപ്പെട്ടു പോകുമ്പോൾ. അപ്പോൾ നമ്മുടെ ഒരു വലിയ സങ്കടം എന്താന്ന് വെച്ചാൽ മായാകൽപിതമായ ദ്വൈത ഭാവനയുടെ ലോകത്തിലിരുന്ന് വേണം മനുഷ്യന് അതിൽ നിന്ന് മോചിതനാകാനുള്ള പരിശ്രമം നടത്താൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മുനിചര്യ പഞ്ചകത്തിലെ ഗുരുവിൻ്റെ ആ ഒരു ശ്ലോകം പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. സത്തിനെയും അസത്തിനെയും സംബന്ധിച്ച് ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഗുരു എന്ന ഋഷീശ്വരൻ ആ സത്യത്തെ, സത്തിനും അസത്തിനും അതീതമായ പരമസത്യത്തെ, ആ കേവല സത്യത്തെ സാക്ഷാത്കരിച്ച് അതായി മാറിയ ഋഷീശ്വരനാണെന്ന് ഗുരുവിൻ്റെ കൃതികൾ നമ്മളോട് പറയുന്നു. മുനിചര്യ പഞ്ചകത്തിലെ ശ്ലോകം 2 ഒന്ന് എടുത്തു വയ്ക്കുക എല്ലാവരും. ഗുരു ഈ സത്യം തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അസത് സദിതി വാദതോ ബഹിരചിന്യമഗ്രാഹ്യമണ്വകർവമമലം പരം സ്ഥിമിത നിമ്നമത്യുന്നതം പരാങ്മുഖ ഇതസ്തതഃ പരിസമേതി തുര്യം പദം മുനി സദസദോർദ്വയാദുപരി ഗന്ധുമഭ്യുദ്യതഃ. നോക്കൂ, ശ്ലോകം കേട്ട് ഒന്നും പേടിക്കണ്ട. അസത്ത് സത്ത് ഇതി വാദതഃ അസത് സദിതി വാദതോ ബഹിരചിന്യമഗ്രാഹ്യമണ്വകർവമമലം പരം. ബ്രഹ്മത്തിന്റെ സ്വരൂപം പറയുക. ബഹിഹി അചിന്യം, അഗ്രാഹ്യം, അണു, അഗർവം, അമലം, പരം. ഇനിയുണ്ട് സ്ഥിമിതം, നിമ്നം, അത്യുന്നതം. ഇതൊക്കെ പരമസത്യത്തെ വിശേഷിപ്പിക്കുകയാണ്. അചിന്യമാണ്, അഗ്രാഹ്യമാണ്, അണുവാണ്, അഗർവമാണ്, അതുപോലെ തന്നെ അമലമാണ്, പരമാണ്, സ്ഥിമിതമാണ്, നിമ്നമാണ്, അത്യുന്നതമാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം നോക്കാം നമുക്ക്. അതായത് സത്തായ ജീവനും അസത്തായ ജഡത്തിനും അതീതമായ, സത്തിനും അസത്തിനും അതീതമായ, സത്തായ ജീവനും അസത്തായ ജഡത്തിനും അതീതമായ പരമസത്യത്തെ പ്രാപിക്കുന്നതിന് ദൃഢനിശ്ചയം ചെയ്തവനാണ് മുനി. അതിനപ്പുറം ഒന്നും വേണ്ട. സത്തിനും അസത്തിനും അതീതമായ പരമസത്യത്തെ സാക്ഷാത്കരിക്കണമെന്ന് ദൃഢനിശ്ചയം ചെയ്തവനാണ് മുനി. ഗുരു പറയുക. ഗുരു തന്നെ, മുനീശ്വരനായ ഗുരു തന്നെ മുനിയുടെ ലക്ഷണം പറയുക. അപ്പൊ ഗുരു ആരാണെന്നുള്ളതിന് വേറെ തെളിവ് വല്ലതും വേണോ? അസത് സദിതി വാദതഃ. എന്നിട്ട് പറയാണ്, അങ്ങനെയുള്ള മുനി പരാങ്മുഖ ഇതസ്തതഃ. പരാങ്മുഖൻ, മുഖം തിരിക്കുന്നു. അവിടെ ഇവിടെയും കാണുന്ന കാഴ്ചകളിൽ ഒന്നും മുനി കണ്ണു കൊടുക്കുന്നില്ല. അതിൽ നിന്നെല്ലാം മുഖം തിരിച്ചവനാണ്. സത്യബുദ്ധി ഇല്ലാന്ന് അറിഞ്ഞവനാണെന്ന് അർത്ഥം. പരാമുഖ ഇതസ്തതഃ. അങ്ങനെയുള്ള മുനി ആ സത്തിനും അസത്തിനും അതീതമായ പരമസത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് ദൃഢനിശ്ചയം ചെയ്ത മുനി എങ്ങനെയുള്ളവനാണ്? പരാങ്മുഖ ഇതസ്തതഃ. അവിടെ ഇവിടെയും കാണുന്നതൊന്നും നോക്കി കാണുന്നതിന് താല്പര്യമുള്ളവനല്ല. പിന്നെ എങ്ങനെയാണെന്ന് പറയാണ്. സത്ത് അസത്ത് എന്നിങ്ങനെ ഈ ലോകത്തെ അസത് സദിതി വാദതഃ. അസത്ത് സത്ത് എന്നിങ്ങനെ കണ്ടിട്ട്, ഉണ്ട് ഇല്ല എന്ന് കണ്ടിട്ട് ഈ ലോകത്തെക്കുറിച്ച് പഠിക്കുവാൻ, യുക്തിചിന്ത ചെയ്യുവാൻ ഒരുങ്ങുന്ന ഒരാൾക്ക് അസത് സദിതി വാദതഃ. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് ഗുരു പറയുക. അങ്ങനെ യുക്തിപരമായി ഈ പ്രപഞ്ചത്തെ അറിയാൻ ആരെങ്കിലും വന്നാൽ, പുറമേ നോക്കി ഈ പ്രപഞ്ചത്തെ അറിയാൻ ശ്രമിക്കുന്ന ഒരുവന് അചിന്യം. ചിന്തിച്ചറിയാന്ന് വെച്ചാൽ അതും പറ്റില്ല. ചിന്തിച്ചറിയാൻ പറ്റാത്തതാണ്. അടുത്ത എന്താ? അചിന്യം കഴിഞ്ഞാൽ പിന്നെ അഗ്രാഹ്യം. മനസ്സിനോ ബുദ്ധിക്കോ ഒന്നും എടുക്കാനും പറ്റില്ല, അല്ലേ? ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല, ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുക്കാൻ പറ്റില്ല. അചിന്യമാണ്.
കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും നാക്കുകൊണ്ടും ഒന്നും നമുക്കിതിനെ കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും ഒന്നും അറിയാൻ പറ്റില്ല ഈ സത്യത്തെ. യുക്തിചിന്തയാൽ സത്യത്തെ അറിയാൻ ശ്രമിക്കുന്ന ഒരുവനെ ചിന്തിച്ചറിയാൻ പറ്റില്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റില്ല. അഗ്രാഹ്യമാണ്, അണുവാണ്, സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണ് അല്ലേ. ആലിൻ്റെ വിത്ത് ഛേദിച്ച് വന്നപ്പോൾ അത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ കാണാൻ പറ്റുന്നില്ല, അണു. അത് തന്നെയാണ് കുഞ്ഞെ സത്യം എന്ന് പറഞ്ഞ പോലെ അണുവാണ്, എന്നാലും അഗർവമാണ്. ഈ അണു തന്നെയാണ് സകലതുമായി സർവത്ര വ്യാപിച്ചിരിക്കുന്നത്. അഗർവമാണ് എന്ന് പറഞ്ഞാൽ എന്താ? അതിമഹത്തായി സർവത്ര പ്രകാശിക്കുന്നത് എന്നർത്ഥം. അഗർവം വിപരീതമായിട്ട് പറയാം. അണുവാണ്, അഗർവമാണ്, ചെറുതുമാണ്, വലുതുമാണ്, സർവത്ര പ്രകാശിച്ചു നിൽക്കുന്നു. പിന്നെ പറയാണ് അമലം, ശുദ്ധനാണ്, നിത്യശുദ്ധ മുക്തനാണ്. മലം അമലം, കലർപ്പില്ലാത്തവനാണ്, അമലമാണ്. പരം, എല്ലാത്തിനും അതീതനാണ്. എല്ലാത്തിനും അതീതനാണെന്ന് വെച്ചാൽ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾക്കെല്ലാം അതീതനാണ് ഇവൻ. പിന്നെ പറയാണ് സ്ഥിമിതം, ഇവൻ നിശ്ചലനാണ്. നമ്മള് ഈശാവാസ്യ ഉപനിഷത്തൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞില്ല, അത് ഓടുന്നു അല്ലേ, അത് നിൽക്കുന്നു, പോകുന്നു, ഇത് ഓടും, അത് അന്യത്തിനപ്പുറം എന്നൊക്കെ നമ്മൾ പഠിച്ചതാ. സ്ഥിമിതം, ഇത് നിശ്ചലമാണ്. നിമ്നം, ഇത് ആഴമേറിയ സത്യമാണ്. ആഴമേറും നിൻ മഹസാമാഴി അല്ലെ ഗുരു പറഞ്ഞു തന്നു. അത് നിമ്നമാണ്. ആ ഭാഷ തന്നെ ഗുരു എത്രയോ കൃതികളിലാണ് ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കൂ. മലയാളത്തിൽ ആഴമേറിയതാന്ന് പറഞ്ഞപ്പോൾ സംസ്കൃതത്തിൽ ഗുരു പറഞ്ഞു അത് നിമ്നം, ഏറ്റവും ആഴമേറിയതാണ്. സ്ഥിമിതം, നിശ്ചലമാണ്. അത്യുന്നതം, സർവ്വതിനും അതീതനാണ്. അത് നിശ്ചലമാണ്, ആഴമേറിയതാണ്, സർവത്തിനും അതീതമാണ്. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തെ യുക്തിചിന്ത കൊണ്ട് ഇത് സത്താണോ അസത്താണോ എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട്, യുക്തിചിന്ത വെച്ചുകൊണ്ട് പ്രപഞ്ചത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന അവന് ഇത് കിട്ടില്ല എന്ന് പറയുന്നത്. ഇത് ആർക്കാ കിട്ടണത്? പരിസമേതി തുര്യം പദം. ഈ എല്ലാവിധത്തിലുള്ള ഈ പ്രതീതികൾക്കും അതീതമായ ഈ അനുഭവത്തെ, ഈ സത്യത്തെ തുര്യം പദം, നാലാമത്തെ അനുഭവമായ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾക്ക് അതീതമായ ആ തുരീയ അനുഭവത്തെ, പരമസത്യാനുഭവത്തെ സാക്ഷാത്കരിച്ച ഋഷീശ്വരന്മാർക്ക് മാത്രം ഗാഠമായി എത്തി നിൽക്കുന്ന, പ്രാപിക്കാൻ കഴിയുന്ന സത്യമാണെന്ന് മുനിയായ ഗുരു പറയണമെങ്കിൽ ആ സത്യത്തെ ഗുരു ഇതുപോലെ അനുഭവിച്ചതാണ്. അപ്പോൾ വെറുതെ ഒരു ഗുരുവിനെയല്ല പഠിക്കുന്നത്, സത്യസാക്ഷാത്കൃതനായ ഒരു ഗുരുവിനെയാണ് പഠിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ആ മുനി ചര്യാ പഞ്ചകത്തിലെ ശ്ലോകത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ അത് പറയാം. എന്തായാലും എല്ലാത്തരം ദ്വൈതാനുഭവങ്ങളും ഏകമായ അറിവിൽ ഉണ്ടാകുന്നതാണെന്ന് അറിയണം. ഇതാണ് നമ്മുടെ ശ്ലോകത്തിൻ്റെ സാരാർത്ഥം. എല്ലാത്തരം ദ്വൈതങ്ങളെല്ലാം ആ ഏകമായ സത്യത്തിൽ ഉണ്ടാകുന്നതാണെന്നും വ്യാകൃതമായി നാമരൂപങ്ങളായി കാണപ്പെടുന്ന ഇവിടെയുള്ള സകലതിലും ആ അവ്യാകൃതമായ ആ അസത്ത്, ആ കേവല സത്ത നിറഞ്ഞിരിക്കുന്നതാണെന്നും അതുകൊണ്ട് സത്ത് അസത്ത് എന്ന പ്രതിപത്തികളെല്ലാം അറ്റ് ആ കേവല സത്തയിൽ, സത്വവും അല്ലെ, ആ കേവല സത്തയിൽ മൃദുവായി അമരുന്നതാണ് ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യമെന്ന് അറിയേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്മളുടെ 6ാമത്തെ സൂത്രത്തിൻ്റെ അർത്ഥവിചാരം ഗുരുവിൽ സമർപ്പിക്കുന്നു. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.